കഥാവിന്റെ വചനങ്ങളെ ചിന്തിപ്പാനും ധ്യാനിപ്പാനും നമുക്ക് സമയാസമയങ്ങളിൽ ദൂരം തരുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങൾ, സമയങ്ങൾ, അതിനുള്ള സാവകാശങ്ങൾക്കായി കഥാവിനെ സ്തുതിക്കുന്നു. അതെല്ലാവർക്കും അനുഗ്രഹമായി ഇനിയോളം തീർത്ത ദൈവത്തിനായി സ്തോത്രം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ താങ്ങി നടത്താൻ കർത്താവ് മതിയായനാണ്. പ്രശ്നങ്ങളും ഒക്കെയും ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് ഹൃദയങ്ങളിൽ ഭാരം തോന്നുന്ന പല പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുന്നു. നമ്മുടെ ദേശം, സമൂഹം ഒക്കെ കടന്നു. ഒരിക്കലും ഈ പ്രശ്നങ്ങൾ ഒരു ദിവസം പോലും ഒന്നല്ലെങ്കിൽ ഒരാൾ, ഒരു സമൂഹം അല്ലെങ്കിൽ മറ്റൊരു സമൂഹം, ഒരു സംസ്ഥാനം അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനം, ഒരു വീടല്ലെങ്കിൽ മറ്റൊരു വീട്, ഇങ്ങനെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ വലിയ കൃപയാലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓരോ ദിവസവും ഓരോ വിഷയങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ഏറ്റെടുത്താൽ ഒരു ദിവസം പോലും നമുക്കൊന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ അല്ലെങ്കിൽ കർത്താവിൽ ബലപ്പെടാനോ കഴിയത്തില്ലെന്ന് തോന്നുന്നതാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ നടുവിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടിയേ പറ്റത്തുള്ളൂ. നമുക്ക് ഇരിക്കുന്ന ആയുസ് കർത്താവിന് ഇതമുള്ളവണ്ണം ജീവിച്ച് നമുക്ക് തികച്ചേ കഴിയത്തുള്ളൂ. അതിനപ്പുറമായി നമുക്കൊന്നും കഴിയത്തില്ല. നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാനോ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് നമുക്ക് സംശയിക്കാനൊന്നും നമുക്ക് കഴിയത്തില്ല. മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുക, ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരുടെ ആശ്വാസത്തിനായി നമുക്കും ദൈവത്തോട് നിലവിളിക്കുക. നമുക്ക് ആർക്കൊക്കെ ആശ്വാസമായി തീരാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അവിടെയെല്ലാം നമുക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതത്തിന്റെ എല്ലാ തലങ്ങൾ കൊണ്ടും ആശ്വാസമായി തീരാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവ് ഇങ്ങനെ പറഞ്ഞ ഞാൻ ഓർക്കുന്നു, ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് അനർത്ഥങ്ങളെ കുറിച്ച്, ആപത്തുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ആരും സംശയിക്കാതിരിക്കാൻ, ഇങ്ങനെയാണ് ലൂക്കോസ് 13-ല് ഇങ്ങനൊരു വാക്ക്, ഇങ്ങനൊരു ഭാഗം മാനസാന്തരത്തെ കുറിച്ച് പറയുമ്പം അവിടെ ഇങ്ങനെയാണ് കർത്താവ് അവരുടെ ചിന്തകൾക്കൊരു തിരുത്തൽ, ആരും ചിന്തകളിൽ ദോഷമായി നിരൂപിക്കാതിരിക്കാൻ കർത്താവോടെ പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 13-ാം ഇങ്ങനെയാണ്, ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളിൽ കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, അപ്പൊ കുറെ പേര് കൊല്ലപ്പെട്ടു എന്നാണ് അർത്ഥം. അവരുടെ ചോര യാഗത്തിൽ കലർത്തി എന്ന് പറഞ്ഞാൽ, യാഗങ്ങളിലൂടെ കലർത്തി എന്ന് പറഞ്ഞാൽ അവരെ കൊന്ന് അവരുടെ ചോര ചീന്തി എന്നുള്ള വർത്തമാനം. അത് ഗലീലക്കാരെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജനം, ഗലീല നാട്ടിലെ ആൾക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം യേശുവിനോട് അറിയിച്ചപ്പോൾ യേശു അതിന് ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കുകയാണ്. എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അപ്പൊ ഇങ്ങനെയുള്ള അനർത്ഥങ്ങളുടെ അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നതിന് ഒരു വ്യക്തമായ ഉത്തരമോ, അല്ലെ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമല്ല അവിടെ കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളെ നോക്കി കാണേണ്ട ഒരു മനോഭാവം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. കർത്താവിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിട്ടും കർത്താവ് ആ ഉണ്ടായ അനർത്ഥം എന്തുകൊണ്ടെന്നൊരു കാരണം അവിടെ പറയാതെ കർത്താവ് അവിടെ പറയണ, നിങ്ങളുടെ ഇത് അവിടെ അറിയിച്ചപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മനസ്സിൽ എന്ത് ചിന്ത പോകണം? ദൈവം ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചിന്തിക്കാവൂ. ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല. അല്ലല്ല, മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് കർത്താവ് ഒരു സംഭവം കൂടെ ആഡ് ചെയ്യുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്. അല്ല, ശീലോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നു. അനർത്ഥങ്ങളോടുള്ള ആപത്തുകൾ, ജീവഹാനി സംഭവിക്കുമ്പോൾ ദൈവമക്കളുടെ മനോഭാവം അത് എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ഈ സന്ദർഭവശാൽ ഈ വർത്തമാനം യേശുവിന്റെ അടുത്ത് ചിലർ കൊണ്ടുവന്നപ്പോൾ, മനസാന്തരത്തിന്റെ മെസ്സേജിനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറയാണ്, അല്ലല്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോന്ന് ഞാൻ നിങ്ങളോട് തന്റെ സന്ദേശമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. പക്ഷെ അത് സംഭവിച്ച് കൊല്ലപ്പെട്ട വ്യക്തികൾ ഏറ്റവും വലിയ പാപികളായിരുന്നു, ദോഷികളായിരുന്നു. അവർക്ക് അത് തന്നെ സംഭവിക്കണം, അവരുടെ പ്രവൃത്തി കൊണ്ട് അത് സംഭവിച്ചെന്നുള്ള ചിന്ത തൻ്റെ കൂടെ ഉള്ള ശിഷ്യന്മാർക്ക് വരാൻ പാടില്ലാത്ത അങ്ങനെയുള്ള അനർത്ഥങ്ങളെ അവർ നോക്കിക്കാണുമ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാവരെക്കാളും പാപികളായിരുന്നത് കൊണ്ടാണ് ഇവര് മരിച്ചത്, ഇവര് കൊല്ലപ്പെട്ടത്. പീലാത്തോസ് അവരെ തങ്ങളുടെ യാഗങ്ങളോടെ അവരുടെ രക്തത്തെ കലർത്തിയത്, അല്ലെ ശിലോഹവും ഗോപുരം വീണപ്പോൾ ആ 18 പേർ മരിച്ചു. അപ്പൊ 18 പേരെ എങ്ങനെ നോക്കി കാണും? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുവോ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും അവർ കുറ്റക്കാരായിരുന്നുവെന്ന്?
ഗലീലക്കാരിൽ എല്ലാവരും അവർ പാപികളായിരുന്നുവെന്ന്. കാരണം മനുഷ്യ മനസ്സാണത്. അതിനെ ഒന്ന് തിരുത്തിക്കൊണ്ട്, എന്നാൽ ആ 18 പേർ മാത്രം എന്തുകൊണ്ട് മരിച്ചു? ആ ഗലീലക്കാരെ മാത്രം എന്തുകൊണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം യേശു പോലും കൊടുത്തില്ല. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കർത്താവ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ മൗനം പാലിച്ചു. അവരാഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് ആ ഗലീലക്കാർ അത് സംഭവിച്ചത് യേശു പറയുമെന്നാ വിചാരിച്ചത്. അല്ലെങ്കിൽ ഈ ശിലോഹവും ഗോപുരം വീണ് ഈ 18 പേർ തന്നെ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് അറിയാനാണ് കേൾവിക്കാർക്ക് ആകാംക്ഷയെങ്കിൽ യേശു ഇവരുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ട് തിരിച്ചു? മാനസാന്തരത്തിലേക്ക് തിരിച്ചു. കർത്താവിന് പറയാനുള്ള ഇതാണ്, ഗലീലയിൽ സംഭവിച്ചതും ശിലോഹവും ഗോപുരം വീണ് സംഭവിച്ചതിനെ കാരണം അറിയാനുള്ള നിങ്ങളുടെ മനസ്സിൽ അവരെല്ലാരെക്കാളും പാപികളായിരുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകാൻ ഒരിക്കലും. പക്ഷെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർ ഏറ്റവും വലിയ പാപികളായിരുന്നു, കുറ്റക്കാരായിരുന്നു എന്ന് ആ മരിച്ചുപോയതിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുകയല്ല വേണ്ടത്. ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ, മനസ്സാന്തരപ്പെടുവാൻ, നശിച്ചു പോകാതിരിക്കാനുള്ള ഹൃദയ രൂപാന്തരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ആ രണ്ട് അനർത്ഥത്തിന്റെ വാർത്തകൾ കൊണ്ടുവന്നപ്പോൾ അതിനെ മാനസാന്തരത്തിന്റെ സന്ദേശത്തിലേക്ക് യേശു തിരിച്ചുവിട്ട് അതവിടെ ക്ലോസ് ചെയ്തു. പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിക്കാനോ അതിനെക്കുറിച്ച് വിശദമായ ഉത്തരം കൊടുക്കാനോ ഒന്നും യേശു തയ്യാറാണ്. ഇതിലപ്പുറം നമുക്കും ഒന്നും ചെയ്യാൻ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഈ വേദനകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ, ഈ ദുഃഖത്തിന്റെ നടുവിൽ എങ്ങനെ കർത്താവിന് താങ്ങാൻ കഴിയുമോ അങ്ങനെയൊക്കെ കർത്താവ് എപ്രകാരം വഴികളെ തുറന്ന് താങ്ങാനും സഹായിപ്പാനും കരുതാനും കണ്ണീരൊപ്പാനും ജീവഹാനി സംഭവിച്ചവരുടെ പ്രിയപ്പെട്ട നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്, നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അപ്പുറമായ നമ്മുടെ മനസ്സ് ഉലഞ്ഞു പോന്ന, ഹൃദയം തളർന്നു പോന്ന അനുഭവങ്ങളുടെ നടുവിലും കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തെക്കാൾ പ്രസക്തി ഇവിടെയാണ് കർത്താവ് ആയിരിക്കുന്നത്. നമ്മുടെ തോന്നലിനാണ് ദൈവം പ്രസക്തി കൊടുക്കുന്നത്. നാം ഒരു വിഷയത്തെ തന്റെ മക്കൾ എങ്ങനെ വിലയിരുത്തുന്നു, കൊല്ലപ്പെടുന്നവരെ, അനർത്ഥങ്ങളിൽ പെടുന്നവരെ കുറിച്ചുള്ള നമ്മുടെ ഒരു ദൈവപൈതലിന്റെ വിലയിരുത്തൽ തെറ്റിപ്പോകാൻ പാടില്ല. ജീവൻ എടുക്കുവാനും ജീവൻ കൊടുക്കാനും അധികാരമുള്ളവൻ ദൈവമാണ്. ആ കണക്ക് ദൈവം തീർത്തോളും. പക്ഷെ ജീവൻ പോകുന്നവരുടെ, ജീവൻ പൊലിയുന്നവരുടെ, അനർത്ഥങ്ങൾ അകപ്പെടുന്നവരെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന തന്റെ മക്കൾ അല്ലെങ്കിൽ തന്റെ ശിഷ്യഗണം, തന്റെ പരിശീലനത്തിലൂടെ കടന്നു പോകുന്നവർ, അവർ ഒരിക്കലും അതിനൊരു ദുർവ്യാഖ്യാനം കൊടുക്കാൻ പാടില്ല. ഏറ്റവും വലിയ അത് അങ്ങനെ സംഭവിക്കും. മനുഷ്യ പ്രകൃതിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഗലീലയിലുള്ള എല്ലാവരെക്കാളും അവർ പാപികളായിരുന്നു. ശിലോഹവും ഗോപുരമിനും മരിച്ച 18 പേർ യെരൂശലേമിലുള്ള എല്ലാവരെക്കാളും കുറ്റക്കാർ ആയിരുന്നു. അപ്പൊ അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞ കേട്ട പറയുന്നവരുടെ ഉള്ളിൽ ഉള്ളത്. യേശു പറയണം അല്ലല്ല, എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് അങ്ങോട്ട് പറയുന്നില്ല? അല്ലല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ മെസ്സേജ് എങ്ങോട്ട് തിരിക്കുക? ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവർ എന്ത് ചെയ്യണമെന്നുള്ളതിലേക്ക് യേശു ശ്രദ്ധ തിരിച്ചു വിട്ടു. ശിലോഹം ഗോപുരം വീണതിനെ കുറിച്ചോ പിലാത്തോസ് ക്രൂരമായി ഇടപെട്ടതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നാശത്തിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കയ്യിൽ വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ ദൈവിക ശിക്ഷയ്ക്ക് ഇടയാകാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ ശിച്ചു. നാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം അവിടെ പറഞ്ഞുകൊണ്ട് ആ സബ്ജക്റ്റ് അവിടെ ക്ലോസ് ചെയ്യുകയാണ്. അതിന് ഒരു തൃപ്തികരമായ വിശദീകരണം ആരും കൊടുക്കുന്നില്ല. നമുക്ക് തൃപ്തികരമായ വിശദീകരണം എല്ലാത്തിനും യേശു കൊടുത്തിരുന്നില്ല. പക്ഷെ വളരെ വ്യക്തമായി നാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള സന്ദേശം യേശു സമയാസമയങ്ങളിൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളും മറ്റു എല്ലാവരും മനുഷ്യർ ആഗ്രഹിക്കുന്ന തൃപ്തികരമായ വിശദീകരണമാണെങ്കിൽ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ നല്ല ഗുരുവായ ഏറ്റവും നല്ല ലോകം കണ്ടതിൽ ഏറ്റവും നല്ല നായകത്വം വഹിച്ച നമ്മുടെ കർത്താവ് തൃപ്തികരമായ വിശദീകരണങ്ങളല്ല കൊടുത്തത്. പിന്നെയോ മനുഷ്യന്റെ നാശത്തിനുള്ള വീണ്ടെടുപ്പിന്റെ വ്യക്തമായ സന്ദേശമാണ് കർത്താവ് കൊടുത്തത്. ആ സന്ദേശങ്ങളാണ് നമ്മളെയും ഇന്ന് തളരാതെ, നമ്മള് നശിച്ചു പോകത്തില്ലെന്നുള്ള ഉറപ്പോടെ, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ഈ ഭൂമിയിലെ ആയുസ് എപ്പോൾ തീരുമെന്ന് നമുക്കറിയില്ല. പക്ഷെ എപ്പോൾ തീർന്നാലും അത് നമ്മുടെ നാശമല്ല, അത് നമ്മുടെ നിത്യജീവനാണ്, അത് നമ്മുടെ കർത്താവിലേക്കുള്ള പ്രവേശനമാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കും എന്നുള്ള പൗലോസിന്റെ പ്രത്യാശ പോലെ, ഇവിടെ ഞാൻ ആബ്സെന്റ് ആണെങ്കിൽ അവിടെ ഞാൻ പ്രസന്റ് ആണ് എന്നുള്ള പ്രത്യാശയിൽ നിറഞ്ഞ് ജീവിപ്പാൻ കിട്ടുന്ന അവസരങ്ങൾ അതാരും പാഴാക്കാതിരിക്കണമെന്നായിരുന്നു കർത്താവ് ആഗ്രഹിച്ചത്.
അതുകൊണ്ട് നമുക്ക് അതേ ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ, പ്രാർത്ഥിപ്പാൻ, പ്രയാസവേളകളിൽ മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് പറഞ്ഞതിനപ്പുറമായോ, കർത്താവ് കൊടുത്ത വിശദീകരണത്തിന് അപ്പുറമായോ കൊടുക്കാൻ നമുക്ക് കഴിയത്തുമില്ല എന്നുള്ള നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാം. കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. അതിന് പകൽ ഞങ്ങൾ ദിവസമെങ്കിൽ ദൈവം ചിന്തിച്ചപ്പോൾ ചിന്തിച്ച് വളരെയധികം ദൈവകൃപയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക, എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിപ്പാനും ദിവസം ഞങ്ങൾക്ക് ഇടയായി. അങ്ങനെ ദൈവമക്കളുടെ ജീവിതത്തില് കടന്നു വരുന്ന പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ ഒക്കെ നമ്മൾ തരണം ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഞാനൊരു ദൈവവേദലായിട്ടും കർത്താവിനെ വിളിച്ചു വേർതിരിച്ചിട്ടും എനിക്ക് കാണുമ്പോൾ ഞാൻ നാം ദൈവമക്കൾ വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കൾ അങ്ങനെ അധികാരം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള പദവികളും ഇങ്ങനെയുള്ള അഭിമാനപൂർവമായ അതേ അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം നൽകി തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട്, എങ്കിലും നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമുക്ക് വിഷമം തോന്നുന്ന, നമുക്ക് സങ്കടം തോന്നുന്ന, നമുക്ക് എങ്ങനെയാ കർത്താവേ ഈ വഴിയിലൂടെ ഞാൻ കടന്നുപോയാൽ ദൈവനാമം മഹത്വപ്പെടുന്നത് എന്നൊക്കെ തോന്നുന്ന പല ജീവിത സാഹചര്യങ്ങളിലൂടെയും ദൈവം നമ്മളെ കടത്തിവിടാറുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. അതിന് നമ്മൾ ഉദാഹരണമായി അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് യോസഫിനെയും മറിയയെയും കുറിച്ചാണ്. കാരണം ഏറ്റവും വലിയൊരു പദ്ധതിക്ക് വേണ്ടിയാണ് യോസഫിനെയും മറിയയെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. മറിയ സമർപ്പിക്കപ്പെടുന്നു. മറിയയുടെ ആ സമർപ്പണത്തെ മനസ്സിലാക്കാൻ യോസഫിനോട് ദൂതൻ ഇടപെടുന്നു. അവര് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന് വേണ്ടി ഏകരായി ഇറങ്ങിത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ, കർത്താവിന് വേണ്ടി മറ്റെല്ലാവരെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ, ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് സമർപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിറഞ്ഞ ജീവിതമായിരിക്കണം. അവരുടെ ജീവിതയാത്രയിൽ എന്നും അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കണം. അവരുടെ വഴിയാത്രയിൽ എന്നും ദൈവത്തിന്റെ അമാനുഷികമായ, മനുഷ്യർക്ക് അസാധ്യമായതും ദൈവത്തിന് സാധ്യമായ കരുതലുകൾ ഉണ്ടായിരിക്കണം. എല്ലാവരുടെ മുമ്പിൽ വാതിൽ അടഞ്ഞാലും അങ്ങനെ സമർപ്പിക്കപ്പെട്ടവരുടെ മുമ്പിൽ വാതിൽ തുറക്കണം. ഏതെല്ലാം കാര്യങ്ങൾ ആർക്കെല്ലാം മുടങ്ങിയാലും അങ്ങനെ സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലെ കാര്യങ്ങൾ മുടങ്ങരുത്. ഇങ്ങനൊരു ധാരണ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടാറുണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്ക് മാറ്റി ഒരു പ്രലോഭനവും ഇല്ല. എല്ലാ പ്രലോഭനത്തിനും സാത്താൻ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന തത്വമുണ്ട്. എന്താണ് അടിസ്ഥാന തത്വം? ഈഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. എല്ലാ പ്രലോഭനങ്ങളുടെയും പിൻപിൽ സാത്താൻ ആദ്യം വിരൽ ചൂണ്ടുന്ന നമ്മുടെ പദവി തന്നെയാണ്. നീ ദൈവപുത്രനെങ്കിൽ, നീ ഇത്ര മാത്രം കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയെങ്കിൽ, അവൻ നിന്നെ വിളിച്ചു വന്നതിന് ഉറപ്പുണ്ടെങ്കിൽ, നീ എന്റെ മകനാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ എന്ന ചോദ്യത്തോടെയാണ് പ്രലോഭനങ്ങൾ വരുന്നത്. അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ? അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ മാത്രം ഈ തടസ്സം? അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ഇതായിക്കൂടാ? നിനക്ക് ദൈവത്തോട് അതിനുവേണ്ടി അപേക്ഷിച്ചുകൂടാ? ദൈവം അതിന് എന്തുകൊണ്ട് നിനക്ക് കൽപ്പിച്ചുകൂടാ? ദൈവം എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ താമസിക്കുന്നു? ദൈവം എന്തുകൊണ്ട് നിന്നോട് ആ പദവി ഉപയോഗിച്ചുകൊണ്ടാ യേശു ദൈവപുത്രനാണെന്നുള്ള വ്യക്തമായ തിരിച്ചറിവോടുകൂടെ നീ ദൈവപുത്രനെങ്കിൽ എന്നുള്ള ഇതെവിടെ വരെ തുടർന്നറിയാമോ? ആരംഭത്തിൽ മാത്രമല്ല, കൽവറി ക്രൂശിൽ യേശു കിടക്കുമ്പോൾ അതാ ഒടുവിലത്തെ പ്രലോഭനവും എങ്ങനെ കടന്നറിയാമോ? താഴെ നിന്നുകൊണ്ട് അതേ പ്രമാണിമാർ, പുരോഹിതന്മാർ, മൂപ്പന്മാർ വിളിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ നീ താഴേക്ക് ഇറങ്ങും. എവിടെ തുടങ്ങി? ആരംഭ നാളുകളിൽ തുടങ്ങി തന്റെ ശുശ്രൂഷയുടെ അവസാന നാൾ വരെ താൻ ആരായിരിക്കുന്നു ആ പദവിയെ എടുത്തുകൊണ്ട് തന്നെയാണ് വെല്ലുവിളികൾ കടന്നു വന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തുകൊള്ളുക, അങ്ങനെയുള്ള പ്രലോഭനങ്ങളെ എങ്ങനെയാണ് യേശു ജയിച്ചെന്നുള്ളത്. എന്നാൽ ഞാൻ ദൈവപുത്രനാണെന്ന് സമർത്ഥിക്കാനാണ് അവര് പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വിടുതൽ നടന്നാൽ, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ നിന്ന മാറിയാൽ, എന്റെ ജീവിതത്തിലെ ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായാൽ ദൈവനാമം മഹത്വപ്പെടും. കാരണം ഞാൻ ദൈവപുത്രനെന്ന് അവർക്ക് ബോധ്യമാകും. ഇന്ന് പലരുടെയും ചിന്തയതാ. പക്ഷേ ദൈവത്തിന്റെ മക്കൾ അവരുടെ പദവിയെ അലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചും അത് ചെയ്യുവാൻ ദൈവത്തോട് വല്ലാതെ യാചിച്ചും ദൈവഹിതത്തിന് അപ്പുറമായൊരു പ്രാർത്ഥന കഴിച്ചും അല്ല തങ്ങൾ ദൈവമക്കൾ എന്ന പദവി വെളിപ്പെടുത്തേണ്ടത്. മറിച്ച് ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് പരിപൂർണ അനുസരണത്തോടെയാണ് അവന്റെ മക്കൾ എന്ന പദവി വെളിപ്പെടുത്തേണ്ടത്.
അനുസരണം കെട്ടവരായിട്ട് ആർക്കും തന്റെ മക്കളായി ജീവിക്കാൻ കഴിയത്തില്ല. പിന്നെയോ സമ്പൂർണ്ണ അനുസരണമാണ് ദൈവമക്കളെന്ന നമ്മുടെ പദവിയെ വ്യക്തമാക്കുന്നതും വെളിപ്പെടുത്തുന്നതും. യേശു പൂർണ്ണ അനുസരണമുള്ളവരായിട്ടാണ് പ്രതികരിച്ചത് നമുക്കറിയാം. യോസഫും മറിയയുടെയും ജീവിതത്തിൽ സംഭവിച്ചു? അവരുടെ ജീവിതത്തിന്റെ കൊടും ശോധനകളായിരുന്നു ആരംഭിച്ചത്. ഞങ്ങൾ ഇന്ന് പകൽ ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തെ തണുപ്പിച്ചു. ഞങ്ങളത് ധ്യാനിച്ചപ്പോൾ. കാരണം എന്ന് ചോദിച്ചാൽ, മറിയയെ യോസഫിനെ കിട്ടുമ്പോൾ, ഭാര്യയായി സ്വീകരിക്കുമ്പോൾ ഒരു കുടുംബജീവിതം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൾ ഗർഭിണിയാണ്. അവളെ കൊണ്ടുള്ള യാത്രകള്, വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാൻ മുഴുവൻ ക്ലേശം ആര് സഹിക്കേണ്ട വന്നു? യോസഫും മറിയും. ഓരോ ക്ലേശവും സഹിച്ചു കഴിയുമ്പോൾ അവിടെ എഴുതിയിരിക്കണം, വചനം നിവർത്തിയാകുവാൻ ഇടവന്നു, വചനം നിവർത്തിയാകാൻ ഇടവന്നു, വചനം നിവർത്തിയാകുവാൻ ഇടവന്നു. പറയുമ്പോൾ വളരെ എളുപ്പമായി തോന്നും. പക്ഷെ വചനം നിവർത്തിയാകുവാൻ പച്ചയായ 2 ജീവിതങ്ങളെയാണ് ദൈവം ഉപയോഗിച്ചത്. അവരുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് ഇഷ്ടമല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യിക്കുന്നു. എന്തുവാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒട്ടും അഭികാമ്യമല്ലെന്ന് തോന്നുന്ന ഒരു ദൈവ പൈതൽ യാത്ര ചെയ്യേണ്ട വഴികൾ ഇതാണോ? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തന്റെ യൗവനത്തെ ഏൽപ്പിച്ചു കൊടുത്ത 2 പേരെ ദൈവം ഇങ്ങനെയാണോ വഴി നടത്തുന്നത് എന്ന് മത്തായി സുവിശേഷം, ലൂക്കോസ് സുവിശേഷം പ്രാരംഭത്തിലൊന്ന് വായിച്ചു നോക്കിക്കേ. നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഇങ്ങനെ അല്ല കർത്താവെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല ദൈവം നടത്തിയത്. ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു ഈ വഴികളിലൂടെ അവർ കടന്നു പോകണമെന്ന്. ആ ഓരോ വഴികളും വേദനിപ്പിക്കുന്ന വഴികളായിരുന്നു. ഇവർ എത്തും പിടിയില്ലാത്ത വഴികളായിരുന്നു. എന്ത് ചെയ്യും, ആര് സഹായിക്കുമെന്ന് തോന്നുന്ന വഴികളായിരുന്നു. കാര്യങ്ങളൊന്നും വ്യക്തതയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടവരെ എല്ലാ കാലത്തും ഉപയോഗിക്കാൻ ദൈവത്തിന് അധികാരമുണ്ട്. ഒരിക്കൽ ഏൽപ്പിച്ചു കൊടുത്തവരടുത്ത് പിന്നെ എല്ലാ ദിവസവും വന്ന് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്റെ ദാസ്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഒരിക്കൽ പറഞ്ഞാൽ അവരെ എന്ന് ഉപയോഗിപ്പാൻ ദൈവത്തിന് അധികാരമുണ്ട്. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും, ചെയ്തിട്ടുമുണ്ട്. കർത്താവ് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ, മാന്യമായി സുരക്ഷിതമായി പ്രസവിപ്പാൻ ഇടമില്ലാതെ വരുന്നു. അത് കഴിഞ്ഞ് അതേ ജനിച്ച കുഞ്ഞുമായി സമാധാനത്തോടെ പാർക്കാൻ കഴിയാതെ വണ്ണം എപ്പോഴും അതേ വധഭീഷണിയിൽ അതേ കഴിയേണ്ട അവസ്ഥ വരുന്നു. അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വീണ്ടും അഭയാർത്ഥികളായി ഓടിപ്പോകേണ്ടി വരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരേണ്ട വരുന്നു. അവിടെ നിന്ന് വീണ്ടും നസറേത്തിലേക്ക് വരേണ്ട വരുന്നു. ആദ്യ കാലങ്ങൾ മുഴുവനും അതേ വല്ലാത്തൊരു വേദനയുടെ ഒരു അരിഷ്ഠിതാവസ്ഥ, ഒരു സുരക്ഷിതമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം നടുവിൽ ദൈവം ഇങ്ങനെ പറയുന്നു, ഈ ഓട്ടവും ഈ തിരിച്ചുവരവും ഈ പോക്കും ഈ ഒളിച്ചു പാർക്കലും എല്ലാത്തിന്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവിക ഹിതങ്ങളെ, ദൈവിക നടത്തിപ്പിനെ തിരിച്ചറിയാൻ ഒരു ദൈവവേദന കഴിഞ്ഞില്ലെങ്കിൽ ഓർത്തോ, ദൈവോദര നിവർത്തീകരണം നമ്മളിവിടെ നടക്കത്തില്ല. ദൈവിക ഉദ്ദേശങ്ങൾ നമ്മളിവിടെ നടക്കത്തില്ല. നാം വേറെ ചിന്തിച്ചാൽ ദൈവത്തിന്റെ വീക്ഷണത്തിലേക്ക് നമുക്ക് വരാൻ കഴിയത്തില്ല. നാം സമൂഹത്തിന്റെ മാനവും മനുഷ്യരുടെ മാനവും വലുതായി കണ്ടാൽ ദൈവത്തിന് തന്റെ മാനത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. യോസഫിന്റെ മറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാവോ? അവരുടെ മാനത്തെക്കാൾ അധികം ദൈവത്തിന്റെ ഹിതങ്ങളെ വലുതായി കണ്ടുകൊണ്ട് ദൈവത്തിന് അനായാസേന അവരെ ഉപയോഗിക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവരുടെ തല കുനിഞ്ഞു പോകുന്നവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഈ ഞെരുക്കങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ ഇടിവുകൾ, ഈ താഴ്ചകൾ, ഈ ഓട്ടങ്ങൾ, ഈ ഒളിച്ചോടലുകൾ, ഈ ഒളിച്ചു പാർക്കലുകൾ, ഈ ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു അപമാനകരമായ വിഷയമായി അവർക്ക് തോന്നിയിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തോടെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അസ്ഥിരമായി ദൈവം നമ്മളെ നടത്തുമ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് ഒരു കുറവും വരാൻ ദൈവം സമ്മതിക്കത്തില്ല. അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദോഷത്തിനല്ല, പിന്നെയോ വിശ്വാസത്തിന്റെ പരിശോധന നമുക്ക് ഒരിക്കലും അസ്ഥിരത ഉളവാക്കത്തില്ല. വചനം പറയുന്നത് സ്ഥിരത ഉളവാക്കത്തുള്ളൂ, അത് നമ്മളെ ഉറപ്പിക്കത്തുള്ളൂ. നമുക്ക് ഭയം തോന്നും, നമ്മൾ അസ്ഥിരമായി പോകുമോ, മനുഷ്യരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകുമോ, ഇത് അപമാനമാണോ, ദൈവനാമം ദുഷിക്കപ്പെടുമോ എന്നൊക്കെ നമുക്ക് തോന്നും. അനുസരണക്കേട് കാണിക്കാത്തടത്തോളം കാലം, പാപത്തിൽ വഴുതി വീഴാത്തടത്തോളം കാലം, ദൈവത്തോടുള്ള അനുസരണത്തിൽ മുറുകെ പിടിച്ച് കിടക്കുന്നിടത്തോളം കാലം ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എത്ര താഴ്ചയും ഏതൊരവസ്ഥയും അത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിപ്പാൻ ദൈവത്തിന് കഴിയും. അതിന് ഇന്ന് രാത്രിയിൽ ആ വചനത്തെ ഒന്നുകൂടെ ആവർത്തിക്കുന്നത് നിങ്ങൾ പലരും അന്ന് പകലില്ലായിരുന്നത് കൊണ്ടുകൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയെ വിലയിരുത്തേണ്ടത് നാട്ടുകാരെയും വീട്ടുകാരെയും നോക്കിയല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയോ താഴ്ചയോ ഒന്നും വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തരുത്. പിന്നെയോ ദൈവത്തിനു വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവർ യാത്ര ചെയ്ത ആ യാത്രയെ നോക്കി വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ. ദൈവം എങ്ങനെയാണ് അവരെ ആ വഴി കൂടെ നടത്തിയത്? അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ടോ?
അത് നമ്മളെ ഞെരുക്കുന്നുണ്ടോ? നമുക്ക് തോന്നുന്നുണ്ടോ ഒരു ദൈവവൈതലിന് യോജിച്ച ജീവിതമാണോ ഇത്? ഇങ്ങനെയാണോ ഒരു ദൈവവൈതൽ ജീവിക്കേണ്ടേ? ജീവിത വിഷയങ്ങൾ ഇങ്ങനെയാണോ ദൈവം പ്രവർത്തിക്കേണ്ടേ? ഇങ്ങനെ അല്ലല്ലോ ഞാൻ കരുതിയത്. ഇങ്ങനൊരു വഴിയിലൂടെ ഞാൻ പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട്, എന്റെ പ്രത്യാശയെ മാനിച്ചുകൊണ്ട്, എന്റെ സമർപ്പണത്തെ മാനിച്ചുകൊണ്ട് എക്സ്ട്രാ ഓർഡിനറിയായി അസാധാരണമായ വീര്യപ്രവൃത്തികളിലൂടെ, അസാധാരണമായ പരിപാലനത്തിലൂടെ ദൈവം എന്നെ നടത്തുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അവരോട് സംസാരിപ്പാനുണ്ട്. ഏലിയാവ് അസാധാരണമായി ദൈവത്തിന് വേണ്ടി നിന്നു. പക്ഷെ ദൈവം ഏലിയാവിനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അത് താണിരിപ്പിച്ച് തോട്ടിലെ വെള്ളം കുടിപ്പിച്ച് കക്കയുടെ വരവ് നോക്കി ഇരുത്തിച്ച് അങ്ങനെ ഒരു വഴിയിലൂടെ നടത്തിയത് പ്രവാചകന്റെ വില്ലത്തെ എല്ലും കുറച്ചില്ല. നമ്മൾ ഇന്ന് ആഘോഷമായി പാടുന്നവരാ. നമ്മുടെ പാട്ടുകൾക്കകത്ത് അറിയാതെ കയറി വരും കാക്കയിൻ വരവ് നിന്നാലും, അതെ സാരാഫത്തിലെ അതെ വെള്ളം തോട്ടിലെ വെള്ളം വറ്റിയാലും സാരാഫത്തിലെ വിധവ ഒരുക്കും. കാരണം ഒരു വിധവ ഒരുക്കിയത് പോലും അഭിമാനപൂർവ്വം ഇന്ന് തലമുറ പാടുന്നു. കാരണം എന്താ? ഏലിയാവ് ചോദിച്ചു വാങ്ങിയ കഷ്ടതയല്ല, പാപത്തിൽ വീണ കൊണ്ട് സംഭവിച്ചതല്ല, അനുസരണക്കേടിന്റെ ഫലവുമല്ല. പിന്നെയോ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന മനുഷ്യനെ ഏത് വഴിയിലൂടെ നടത്തണമെന്ന് തീരുമാനിക്കുന്ന ദൈവം. നമുക്കൊത്തിരി പ്രതീക്ഷകൾ കാണും. ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് എന്റെ ഹൃദയത്തിന്റെ ആ സമർപ്പണം അറിഞ്ഞ് ദൈവം അതിന് തക്കതായി എനിക്ക് ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷകൾ കാണും. ഒരുക്കാൻ ദൈവ ശക്തനാ. പക്ഷെ ഏതു വഴിയിലൂടെ തുടങ്ങണമെന്നും എവിടേക്ക് തിരിക്കണമെന്നും എവിടെ കൊണ്ട് എത്തിക്കണമെന്നും തീരുമാനിക്കുന്ന ദൈവമാ. അതിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന വഴികളെല്ലാം തന്റെ ഭക്തന്മാർക്ക് ശ്രേഷ്ഠമാണ്. ദൈവത്തിന് ഒരു നാണം കേടുമില്ല. തന്റെ പ്രവാചകൻ യഹോവയാണ് എന്ന് ആണയിട്ടുകൊണ്ട് ആഹാബിനെ വെല്ലുവിളിച്ച ശക്തനായ ഇസ്രായേലിൽ സിംഹത്തെ പോലെ ഗർജിക്കുന്ന ദൈവത്തിന്റെ വായായി നിൽക്കുന്ന മനുഷ്യൻ പോയി ഒരു തോട്ടിലോ അരികിൽ ഇരുന്നു കൊണ്ട് ആ വെള്ളം കുടിക്കുന്നതും കാക്കയുടെ വരവ് നോക്കി ഇരിക്കുന്നതും ഒടുവിൽ വിധവയുടെ അടുത്ത് ചെന്ന് അപ്പത്തിനായി കൈനീട്ടുന്നതും സ്വർഗത്തിലെ ദൈവത്തിന് അപമാനകരമല്ല, അഭിമാനകരമാണെന്ന് മാത്രമല്ല, പിൽക്കാലത്ത് യേശു തന്റെ ശുശ്രൂഷയിൽ വിളിച്ചു പറഞ്ഞു. അതെ, ക്ഷാമകാലത്ത് ഏലിയാവിനെ പോറ്റിയ ദൈവത്തെ കുറിച്ചും ആ പ്രത്യേകതയെ കുറിച്ചും. എന്റെ പ്രിയരെ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ആരും സ്വയം തെറ്റിദ്ധരിക്കരുത്, മറ്റാരും തെറ്റിദ്ധരിക്കരുത്, പിശാചിനാൽ വഞ്ചിക്കപ്പെടുകയും ചെയ്യരുത്. നമ്മുടെ ജീവിതയാത്രയിലെ ഏറ്റക്കുറച്ചിലുകളും കയറ്റ ഇറക്കങ്ങളും കുന്നുമല താഴ്വരകളുടെ യാത്രകളും ഒന്നും മോശമാണ്, താഴ്ചയാണ്. ആൾക്കാരോട് ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഒരു ദൈവത്തിന് യോജിച്ച ജീവിതമാണോ? ഞാൻ പറയട്ടെ എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് യോജിക്കാത്ത എന്നറിയാമോ? അതെ ദൈവത്തിന് യോജിക്കാത്ത പാപത്തിൽ ജീവിക്കുന്നതും അനുസരണക്കേട് കാണിക്കുന്നതും അതെ ഹൃദയത്തിൽ കാപട്യം വെക്കുന്നതും അതരത്തിൽ നിന്ന് അത് പുറത്തു വരുന്നതുമാണ് ദൈവത്തിന് യോജിക്കാത്ത ജീവിതം. ദൈവം അനുവദിക്കുന്ന ഏത് താഴ്ചയും ദൈവം ഇതിന് യോജിക്കും, ഉയർച്ചയും ദൈവം ഇതിന് യോജിക്കും. ദൈവം അനുവദിക്കുന്ന താഴ്ച ഉയർച്ചക്കൊത്തവണ്ണ ദൈവം കാണുന്നത്. മനുഷ്യർ ഉയരുന്നവരെ മാത്രം നോക്കുമ്പോൾ ദൈവം തന്നെ താൻ വിശ്വസ്തയോടെ താഴ്ത്തിയിരിക്കുന്നവരെയാണ് ഏറെ ശ്രദ്ധിക്കുന്നത്. അവരുടെ പെരുമാറ്റം, അവരുടെ പ്രതികരണം, അവരുടെ നടപ്പ്, ദൈവത്തോടുള്ള അവരുടെ ബന്ധം വ്യക്തമായി ദൈവം അളന്നുകൊണ്ട് ആഴമായി ശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മറിയയും യോസഫും വളരെ വേഗത്തിൽ പ്രയാസത്തിൽ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതയാത്ര സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് കുടുംബജീവിതത്തിൽ പ്രാഥമികമായി ഉണ്ടാകേണ്ട സകല സന്തോഷങ്ങളും അടിയറവ് വെച്ചുകൊണ്ടാണ് യോസഫ് കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്. അതെ, ജീവിതത്തിലെ ഒരു ദിവസത്തെയല്ല, അതെ സന്തോഷങ്ങൾ പലതും മാറ്റിവെച്ച്, സുഖങ്ങൾ മാറ്റിവെച്ച്, കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ച് ദൈവ പദ്ധതിക്ക് വേണ്ടി അതെ തന്റെ ഭാര്യയെ ചേർത്തുകൊണ്ട് ഒരുക്കിക്കൊണ്ട് ദൈവം പറയുന്ന അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാതെ അനുസരിച്ചുകൊണ്ട് യാത്രകൾ മുന്നോട്ട് പോകുമ്പോൾ അതൊട്ടും സുഖകരമല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം തന്റെ പദ്ധതിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ കാണുമ്പോൾ കർത്താവിന്റെ മനസ്സിൽ ഭയങ്കര ഒരു സുഖമാണ്, ഒരു തണുപ്പാ, ഒരു സന്തോഷമാ, ഒരു ആനന്ദമാ. മറ്റു പലർക്കും അത് ആനന്ദമാകണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവന്റെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും ദൈവങ്ങൾ ഇങ്ങനെ പറയാം, ഏൽപ്പിച്ചു കൊടുത്ത് പറയാം, കർത്താവേ, ജീവിതയാത്ര ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയോ അല്ലെങ്കിൽ ഞങ്ങൾ ദൈവമക്കൾ എന്ന നിലയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന പോലെ അല്ല പല വഴികളിലൂടെ നീ കടത്തിവിടുന്നെങ്കിലും ഞങ്ങൾ ഒരു കാര്യം ഉറയ്ക്കുന്നു, നീ നടത്തിയത് എന്റെ ഭക്തന്മാർക്ക് നീ വെച്ച വഴിയിലൂടെ അവർ അനുസരണത്തോടെ നടന്നപ്പോൾ അത് നിനക്ക് മഹത്വമായി തീർന്നെങ്കിൽ ഞങ്ങളും ഈ ദിനങ്ങളിൽ ദൈവം ഞങ്ങളെ നടത്തുന്ന വഴികളിൽ സമ്പൂർണ്ണ അനുസരണത്തോടെ വിധേയത്വത്തോടെ പാപത്തിൽ വഴുതി വീഴാതെ അതരം കൊണ്ട് ഹൃദയം കൊണ്ട് പാപം ചെയ്യാതെ ഞങ്ങൾ അങ്ങനെ വഴിയിലൂടെ നടക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു അതെല്ലാം അങ്ങയുടെ നാമത്തിന് മഹത്വമാകും.
ഞങ്ങൾ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ഞങ്ങളെ മറന്നുകൊണ്ട് ഈ അടുത്ത തലമുറ ഞങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കാൻ ദൈവം അനുവദിക്കത്തില്ലാതെ. ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് അനുസരണത്തോടെ താണിരുന്ന ഒരാളെ മറക്കാൻ തലമുറയെ ദൈവം അനുവദിക്കത്തില്ല. പ്രിയരെ, ശ്രേഷ്ഠരായി ആരെയാ ദൈവം എഴുതുന്നറിയാമോ? ശ്രേഷ്ഠമായ ജീവിത സാഹചര്യത്തിൽ ആനന്ദിക്കുന്നവരെയല്ല, ദൈവം കൊടുക്കുന്ന ഏത് ജീവിത സാഹചര്യവും ശ്രേഷ്ഠമെന്ന് എണ്ണുന്നവരെയാണ് ദൈവം ശ്രേഷ്ഠരായി എണ്ണുന്നത്. സാഹചര്യമല്ല നമ്മളെ ശ്രേഷ്ഠരാക്കുന്നത്. ദൈവം നടത്തുന്ന വഴികളിലൂടെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആ അനുസരണ വിധേയത്വ മനോഭാവമാണ് നമ്മളെ ശ്രേഷ്ഠരാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യോസഫ് മറിയം വലിയൊരു ഉദാഹരണമാണ്. ഓട്ടമാ. ഇങ്ങനെ വേണേ ആൾക്കാർക്ക് ചോദിക്കാം, ദൈവപുത്രന് യഹൂദന്മാരുടെ രാജാവ് പിറന്നിട്ട് ഈ രാജാവിനെ കൊണ്ടാണ് ഈ ഓടുന്ന മൊത്തവും. യേശുവിനെ കൈ പിടിച്ചോണ്ടാണ് ഹെരോദാവ് കൊല്ലുവാൻ ഭാവിക്കും, നിങ്ങൾ മിസ്രൈമിലേക്ക് പോവുക. ഇവിടെ ഹെരോദാവിനെ കൊല്ലുവാൻ കഴിവുള്ള അഖിലാണ്ടത്തിന്റെ ഇവിടെയവൻ പുത്രൻ ജനിച്ചു കഴിയുമ്പോൾ ഈ പുത്രനെ പിടിച്ചോണ്ടാണ് ഈ ഓട്ടം മൊത്തവും. ആൾക്കാർക്ക് അതിനെ വേറെ രീതി വ്യാഖ്യാനിക്കാം, പക്ഷേ ദൈവസന്നിധിയിൽ അതിന് ദുർവ്യാഖ്യാനങ്ങൾ ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന് അതുകൊണ്ട് വ്യക്തമായ ഉദ്ദേശമുണ്ട്. പ്രിയരെ, നമ്മളെ നോക്കി ഒത്തിരി ദുർവ്യാഖ്യാനങ്ങൾ നടത്താൻ ആൾക്കാർക്ക് കഴിയും. പക്ഷെ നമ്മളതിന് വശമതരാകരുത്, നമ്മളതിന് കാതും ഹൃദയവും കൊടുക്കരുത്. ഓർക്കുക, യോസഫിനെയും മറിയെയും എങ്ങനെ കർത്താവ് നടത്തി. തന്റെ പുത്രനെയും കൊണ്ട്, യേശുവിനെയും കൊണ്ട് എവിടെല്ലാം അവർക്ക് മാറേണ്ട വന്നു, ഓടേണ്ട വന്നു, ഒളിച്ചു പാർക്കേണ്ട വന്നു. അതെ, ആദ്യത്തെ സെൻസസ് എടുപ്പിന് അവർക്ക് ഗലീലെ നസറത്തിൽ നിന്ന് ബേത്ലഹേമിലേക്കും, അത് ജനനത്തിന് കാരണമായി. ജനിച്ചു കഴിഞ്ഞപ്പോൾ അതെ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടുന്ന് മിസ്രൈമിലേക്ക് പോയി. അതുകൊണ്ട് മിസ്രൈമിൽ നിന്ന് മകനെ വിളിച്ചു വരുത്തിയെന്ന് പറയുവാൻ മടങ്ങി വരവിന് കാരണമായി. ഇതാ വീണ്ടും യഹൂദയിൽ പാർക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഭീഷണികളുടെ അതേ അനുഭവം ഉണ്ടായപ്പോൾ അവിടുന്ന് എങ്ങോട്ട് വരുവാണ്? നസ്രയത്തിലേക്ക് വരിക. അതുകൊണ്ട് എന്താ പ്രയോജനം? അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടുന്നുള്ള തിരുവചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. അതിന്റെ അർത്ഥം എന്നെ ചോദിച്ചാൽ, ദൈവത്തിന്റെ നടത്തിപ്പുകൾ ഒന്നുപോലും പാഴല്ല, ഒന്നുപോലും വേസ്റ്റ് അല്ല, വ്യർത്ഥമല്ല. അതിനകത്തെല്ലാം ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശം. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. നമ്മുടെ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തണം, തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ അളക്കരുത്. അവന്റെ മഹത്വം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലല്ല. ഈ സാഹചര്യങ്ങൾക്കകത്തു നിന്ന് നമ്മളെ ശ്രേഷ്ഠരാക്കി പുറത്തു കൊണ്ടുവരുവാൻ ദൈവ പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഈ വഴികളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത്. അസാധാരണമായി ചെയ്യേണ്ട സമയത്ത് അവൻ അസാധാരണമായത് പ്രവർത്തിക്കും. സാധാരണമായി നടത്തേണ്ട സമയത്ത് സാധാരണമായി നടത്തും. അതെ, ദൈവം നമ്മളെ മറന്നുവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ നടത്തേണ്ട രീതിയിൽ അപ്പോൾ നടത്തും. കാരണം അപ്പോൾ നമ്മൾ പറയണം, ഒരു നാളും ദൈവം എന്നെ കൈവിടുകയില്ല, അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല. തോന്നലുകൾ മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇതെല്ലാം കർത്താവിന്റെ വേലക്കാർ, കർത്താവിന്റെ പ്രവാചകന്മാർ, കർത്താവിന്റെ ശുശ്രൂഷകന്മാർ അനുഭവിച്ചിട്ടുണ്ട്, അവർ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് നമ്മളതൊക്കെ വളരെ ശൂരതയോടെ, വീരതയോടെ, നമ്മൾ വളരെ പ്രാഗൽഭ്യത്തോടെ, വലിയ ആനന്ദത്തോടെ പാടുന്ന പാട്ടുകളായി ആ ജീവിത സാഹചര്യങ്ങളെ ദൈവം മാറ്റിയെങ്കിൽ നമ്മുടെ ജീവിതവും ശ്രേഷ്ഠമായ അനുഗ്രഹ ഗീതങ്ങളാക്കി, ആനന്ദമാക്കി, തലമുറയ്ക്ക് ഒരു സാക്ഷ്യമാക്കി, ഒരു വലിയ മാതൃകയാക്കി തീർക്കാൻ ദൈവം ശക്തനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമുക്ക് അവന്റെ ബലമുള്ള കയറ്റിൽ സ്ഥാനിരിക്കാൻ നമുക്ക് ഇങ്ങനെ പറയാം, കർത്താവെ അങ്ങനെ ഇഷ്ടപ്രകാരം എന്നെ നടത്തിയാട്ടെ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ് രാവിലത്തെ ഞങ്ങളുടെ ചിന്ത നിർത്തിയത്. ഈ വഴിയിലൂടെ ഒന്നും കടന്നു പോകാനുള്ള സ്വയശക്തി ഞങ്ങൾക്ക് ഇല്ല. ഓടാൻ പറയുമ്പോൾ ഓടാനും, ഒളിക്കാൻ പറയുമ്പോൾ ഒളിക്കാനും, നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുവാനും, പ്രാർത്ഥിക്കാൻ നീ പറയുന്നൊക്കെ അനുസരിപ്പാൻ, നിന്റെ സന്നിധിയിൽ നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിപ്പാനേ ഞങ്ങൾക്ക് കഴിവുള്ളൂ. പക്ഷെ സമർപ്പിച്ച ഞങ്ങളുടെ ജീവിതം നിന്റെ ഇഷ്ടത്തിന് ജീവിപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അതിന് നീ തന്നെ ഞങ്ങൾക്ക് തുണയായിരുന്നേ സാധ്യമാണ്. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ സമ്മതിച്ചു എന്നുള്ള സത്യമാ. പക്ഷെ നിന്റെ വാക്കുപോലെ ഭവിക്കുന്ന ഒരു ദിവസത്തെ ജീവിതമല്ല, ഒരായുഷ്കാലത്തെ ജീവിതം നയിപ്പാൻ ഞങ്ങളുടെ ഉള്ളിൽ ബലമില്ലപ്പാ. അതിനുള്ള ബലം നീയാണ് ഞങ്ങളുടെ ബലം. നീ തന്നെ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഈ പ്രാർത്ഥനയോടെ ആര് മുൻപോട്ട് ജീവിക്കുന്നു അവരുടെ എല്ലാം ജീവിതം അത് ജയകരമായിരിക്കും, ശ്രേഷ്ഠമായിരിക്കും, സമൂഹത്തിനും സഭയ്ക്കും ഒരു അനുഗ്രഹമായി. എന്റെ പ്രിയരെ, ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഫിലിപ്പിയ ലേഖനത്തില് നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗം ഇതാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം നമ്മള് ഇങ്ങനെ ചിന്തിച്ചാണ് നമ്മളിവിടെ നിർത്തിയത്. അതിന്റെ 19-ാം വാക്യം വരെ ചിന്തിച്ച് നിർത്തി. ഇന്ന് നമുക്ക് 20 മുതൽ വാക്യം ആണ് ചിന്തിക്കേണ്ടത്. 19-ാം വാക്യം നമ്മൾ ചിന്തിച്ച ഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ആരാണ് ക്രൂശിന്റെ
ശത്രുക്കൾ, അവരുടെ പ്രസംഗം എന്താണ്, അവരുടെ ജീവിതം എന്താണ്. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ദൈവവചന പഠനത്തിന്റെ ഭാഗങ്ങൾ. 20-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നമ്മുടെ പൗരത്വമോ. ഒരു 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 കാറ്റഗറിയിലുള്ള ആൾക്കാരെ, സഭയിലുള്ള ആൾക്കാരെ രണ്ടായി തിരിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ വ്യക്തമായി വേർതിരിച്ചിട്ട് അവരെ തെളിവ് സഹിതം സഭയുടെ മുമ്പിൽ നിരത്തി. എന്നിട്ട് ഇനി രണ്ടാമത്തെ കാറ്റഗറി പറയുകയാണ്, നമ്മുടെ പൗരത്വമോ. അവർ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞ പോലെ, അനേകർ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇനി നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മള് എന്താണ് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും എന്ന് പറയുകയാണ്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എന്തായിരിക്കണം നമ്മുടെ പ്രത്യേകത എന്ന് പറയുകയാണ്. നാമോ അപ്പോൾ മറ്റൊരു കൂട്ടരുണ്ട്, അവരെ നിങ്ങൾ അനുകരിക്കരുത്. അവരെ അനുകരിക്കാതിരിക്കാൻ നിങ്ങൾ എന്തറിയണം? അവരാരാണ്, എന്താണ് അവരുടെ ഉപദേശവും ജീവിതവും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയണം. അവർ സഭയിൽ നുഴഞ്ഞു കിടക്കുന്നവരാണ്, നിങ്ങൾ അവരെ അനുകരിക്കരുത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്റെ അനുകാരികളാവും എന്നിട്ട് പറയുകയാണ്, നാമോ സ്വർഗീയ പൗരത്വം. അവർക്ക് ലോകത്തുള്ളത് മാത്രം ചിന്തിക്കാനേ സമയമുള്ളൂ. രാവിലെ ഉണരുമ്പോൾ തൊട്ട് രാത്രി വരെ അവർ ഈ ലോകത്തിലുള്ളത് മാത്രം ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ തന്നെയാണ് വസിക്കുന്നതെങ്കിലും നമ്മുടെ ചിന്ത എങ്ങനെ ആയിരിക്കണം എന്നറിയാവോ? നമ്മുടെ പൗരത്വം അനുസരിച്ചായിരിക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത് നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ഈ ഭൂമിയിലെ ഓരോ ജനവും ഓരോ വ്യക്തികളും ജീവിക്കുന്നത് അവരുടെ പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് അതെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നറിയാമോ? എവിടെയാണോ നിങ്ങളുടെ പൗരത്വം സ്ഥിരപ്പെട്ടിരിക്കുന്നത്, ആ പൗരത്വത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രത്യാശിക്കാനും പ്രതീക്ഷിപ്പാനും കാത്തിരിപ്പാനും. അവർ മറന്നുപോയൊരു കാര്യമുണ്ട്. എന്താണ്? അവരുടെ പൗരത്വം. പൗലോസ് പറയാണ്, എനിക്കത് മറക്കാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളെ അത് ഓർപ്പിച്ചേ തീരത്തുള്ളൂ. എന്നാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നാമോ സ്വർഗീയ പൗരത്രേ, കർത്താവിനാൽ വീണ്ടും ജനിച്ചവർ, സ്വർഗത്തിലെ പൗരന്മാരായി തീർന്നവർ. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മൾ മുകളിൽ ചിന്തിച്ചല്ലോ, അവരുടെ ഹൃദയം മുഴുവനുമുള്ള ആകാംക്ഷ ലോകത്തിലുള്ള കാര്യങ്ങളും അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്ന് നിറവേറും, എന്നത് സംഭവിക്കും, എന്ന് ജോലി ലഭിക്കും, എന്ന് കാറ് ലഭിക്കും, എന്ന് കുഞ്ഞുങ്ങളെ ലഭിക്കും, എന്ന് വീട് ലഭിക്കും, എന്ന് നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കപ്പെടും എന്നാണ് ഏറ്റവും ശ്രേഷ്ഠമായി സഭയിൽ അത് എന്റെ പേര് ഉയരുന്നത്, ദേശത്ത് എന്റെ പേര് ഉയരുന്നത്. അവർ മുഴുവനും ചിന്തിക്കുന്നത് സ്വർഗീയ പൗരത്വത്തെ കുറിച്ച് ലേശം പോലും ബോധമില്ലാതെ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പ്രിയരെ നിങ്ങളാകരുത്. നിങ്ങളുടെ ചിന്ത നേരെയാകണമെങ്കിൽ നിങ്ങളുടെ പൗരത്വത്തെ കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. എപ്പോഴും ഒരു സിറ്റിസണിനെ നോക്കിയാൽ മനസ്സിലാവും, ഓരോ പൗരനും തന്റെ രാജ്യത്തിന്റെ അതേ അധിഷ്ഠിതമായിട്ടാണ് ചിന്തിക്കുന്നത്. ഇത് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുകയാണ്, നാമോ സ്വർഗീയ പൗരത്രേ. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതിന്റെ വാക്ക് ശ്രദ്ധിച്ചോ, ആകാംക്ഷയോടെ. നമ്മുടെ ഭാഷയിൽ വരുമെന്ന് നാം കാത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട്, വി ആർ ഈഗർലി വെയിറ്റിംഗ്. കാരണം ലോകത്തിന്റെ കാര്യങ്ങൾക്ക് ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവർ എത്ര ആകാംക്ഷ കാണിക്കുന്നു. നമ്മുടെ ആകാംക്ഷ എന്തിനാണെന്നറിയാമോ? നമ്മുടെ തിടുക്കം മുഴുവൻ എന്നറിയാമോ? കർത്താവ് വരുന്ന കാര്യത്തെ കുറിച്ച്, നമ്മളെ ചേർപ്പാൻ വരുന്നതിനെ കുറിച്ച് നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു ആകാംക്ഷയാണ് ഈ പൗരത്വത്തിന്റെ തെളിവെന്ന് പറയുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്, അവരുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണമാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ അവരുടെ ദൈവം എന്ന് പറയാൻ, അവരുടെ ആഗ്രഹങ്ങളാണ് അവരുടെ ദൈവം എന്ന് പറയാൻ കാര്യം. അവരുടെ പൗരത്വം അവർ ഭൂമിയിൽ തന്നെയാണ് നോക്കുന്നത്. അവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു.
എന്നാൽ സ്വർഗത്തിൽ പൗരത്വമുള്ളവരുടെ മനസ്സിൽ ആകാംക്ഷയുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവർക്ക് ആവശ്യമില്ലെന്നതിന് അർത്ഥമില്ല, അവർക്ക് ആഗ്രഹങ്ങളില്ലെന്നതിന് അർത്ഥമില്ല, അവർ ദൈവത്തോട് യാചിക്കുന്നില്ലെന്നതിന് അർത്ഥമില്ല. അവർ ചോദിക്കുന്നുണ്ട് വ്യക്തമായ അവരുടെ ആവശ്യങ്ങളെ. അതുകൊണ്ടാണ് ഇതേ അപ്പോസ്തലനാണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളെ നന്ദിയോടെ ദൈവത്തോട് അറിയിക്കണം എന്ന് പറയുന്ന അതേ അപ്പോസ്തലൻ ആവശ്യങ്ങൾ അറിയിക്കേണ്ടെന്നല്ല, സ്വർഗീയ പൗരന്മാരാരും ഇനി ഒന്നും ചോദിക്കേണ്ടെന്ന് യേശു പഠിപ്പിച്ചിട്ടില്ല, അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ചോദിക്കേണ്ട വിധം പഠിപ്പിച്ചിട്ടുണ്ട്, ചോദിക്കേണ്ടതും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ വ്യത്യാസം. സ്വർഗീയ പൗരന്മാർ എങ്ങനെ ചോദിക്കണം, എന്ത് ചോദിക്കണം, അങ്ങനെ ചോദിക്കുന്നവർ ദൈവത്തിനുള്ള മറുപടിയെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, അത് വ്യക്തമായി യേശു ശിഷ്യന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, നാമോ, എന്നാൽ നാമോ. പലപ്പോഴും പുറത്തുള്ളവരെ അകത്തുള്ളവരെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. യേശു അങ്ങനെയല്ലായിരുന്നു. അപ്പോസ്തലന്മാരുണ്ട് വചനം കേൾക്കുന്നവരെയും കേൾക്കാത്തവരെയും തമ്മിൽ നാം താരതമ്യപ്പെടുത്തുമ്പോൾ യേശു വചനം കേട്ടവരെ രണ്ടായി തിരിച്ചത്. അപ്പോസ്തലന്മാർ സഭയിലുള്ളവരെ രണ്ടായി തിരിച്ചു. അവർ തിരിക്കാൻ കാര്യം അവർ മുഖവശമുള്ളവരായിട്ടല്ല, സഭയ്ക്കകത്ത് ഈ രണ്ട് രീതികൾ വ്യക്തമായിരുന്നു. ക്ഷണികരായവരും ആത്മീകരായവരും. ഇത് അപ്പോസ്തലന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുക, എന്നാൽ നാമോ സ്വർഗീയ പൗരൻ അത്രേ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആകും എന്നല്ല, ആകുന്നു. ഇപ്പോൾ വർത്തമാന കാലത്തിൽ നമ്മൾ ആരാണ്? നമ്മൾ സ്വർഗീയ പൗരന്മാരാ. ഭാവി കാലത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി വരും. വർത്തമാന കാലത്തിൽ നമുക്കുണ്ടാകേണ്ട ഉറപ്പ്, ഞാൻ സ്വർഗീയ പൗരനാണ്, എന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഇനി ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശയോ? ഇവരുടെ വർത്തമാനകാലം എന്തുവാ? ക്രൂശിന്റെ ശത്രുക്കളുടെ അവർ ലജ്ജാകരമായതിൽ അഭിമാനിക്കുന്നു. അവരുടെ ഭാവി എന്തുവാണ്? അവരുടെ ആകാംക്ഷ എന്തിനാണ്? അവരുടെ ആഗ്രഹങ്ങളുടെ സബലീകരണത്തിലാണ് അവരുടെ പ്രത്യാശ മുഴുവനിരിക്കുന്നത്. എന്നാൽ ക്രൂശിന്റെ മിത്രങ്ങളോ, അവരുടെ വർത്തമാനകാലം എന്തുവാണ്? അവർ സ്വർഗീയ പൗരരാണെന്നുള്ള ഉറപ്പാണ് അവരുടെ ഹൃദയത്തിൽ. അവർക്കിപ്പോൾ ലജ്ജാകരമായതിൽ ഒന്നിലും അഭിമാനിക്കാനില്ല. പിന്നെയോ അവർക്കുള്ളത് ശ്രേഷ്ഠമായൊരു അഭിമാനം മാത്രമേ ഉള്ളൂ. ഇനി സ്വർഗീയ പൗരന്മാരുടെ ഭാവി പ്രത്യാശ എന്തുവാ? ഒരാൾ സ്വർഗീയ പൗരനാണ്, എന്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ നിശ്ചയം നമ്മൾ ഉറപ്പിക്കുമ്പോൾ, ആ നിശ്ചയം കടന്നു വരുമ്പോൾ അതിന്റെ അടുത്ത ഭാവി പ്രത്യാശ എന്തുവാണ്? അങ്ങനെ സ്വർഗീയ പൗരനാണെങ്കിൽ അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വന്നേക്കാമെന്നല്ല, വരും എന്ന് നാം ആകാംക്ഷയോടെ, ആ വാക്ക് നമ്മുടെ വേർഷനിൽ വിട്ടുപോയി, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇനി ക്രൂശിന്റെ മിത്രങ്ങള്, ക്രൂശിന്റെ ശത്രുക്കൾ, അവരുടെ പ്രസംഗം എന്തോ, അവരുടെ പ്രവൃത്തി എന്താന്ന് വളരെ വ്യക്തമായി ദൈവം നമ്മോട് സംസാരിച്ചു. എന്തിനാ ദൈവം നമ്മോട് സംസാരിച്ചേ? നമ്മളെ ക്രൂശിന് ശത്രുക്കളാക്കാനാണോ? അല്ല. നാം ഒരു കാലത്തും ക്രൂശിന്റെ ശത്രുക്കളാകരുത്. ക്രൂശിന്റെ ശത്രുക്കളായ സഭ തിരിച്ചറിയുകയും വേണം. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, ക്രൂശിന് മിത്രങ്ങളായ നാമോ എന്ന് വെച്ചാൽ ഒരു പ്രവർത്തികളാലും നീതീകരണമില്ലെന്ന് വിശ്വസിക്കുന്ന നാമോ, കഴിഞ്ഞ കാലത്തിലെ ലജ്ജാകരമായ ഒന്നിനും അഭിമാനിക്കാത്ത നാമോ, ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്ന് ജീവിക്കാതെ ആവശ്യങ്ങളെ ദൈവരങ്ങൾ സമർപ്പിച്ചിട്ട് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി കൊടുത്തിരിക്കുന്ന നാമോ, ക്രൂശിന് പകരം, ക്രിസ്തുവിന് പകരം, അവന്റെ ക്രൂശീകരണത്തിന് പകരം, അവന്റെ രക്ഷയ്ക്ക് പകരം ഈ ഭൂമിയിലുള്ള ഒരു പ്രവൃത്തി, അത് എത്ര വലിയ പുണ്യ പ്രവൃത്തിയാണെങ്കിലും അതിനെ പകരം വെക്കാതെ ക്രിസ്തുവേശുവിലുള്ള അല്ലാതെ നിരപ്പില്ല, നീതീകരണമില്ല, പാപമോചനമില്ല, ദൈവത്തിൽ പ്രവേശനമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ക്രൂശിന്റെ മിത്രങ്ങളെ, നമ്മുടെ പ്രത്യാശയിലായിരിക്കണം. നാം സ്വർഗീയ പൗരന്മാർ ആകുമെന്നല്ല, നാം അവന്റെ സ്വർഗീയ പൗരത്വം പ്രാപിച്ചിരിക്കുന്നു. ഇത് ആർക്കില്ല ഈ പ്രത്യാശ? ക്രൂശിന്റെ ശത്രുക്കൾക്ക് ഇത് ഇല്ല. ഉണ്ടെങ്കിൽ ദൈവം അവർക്ക് അവരുടെ വയറാകത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഡിസയേഴ്സ് ആകത്തില്ല, അവരുടെ ആഗ്രഹങ്ങളാകത്തില്ല. നമ്മുടെ പ്രത്യാശ, നമുക്ക് ഉറപ്പുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എന്നിട്ട് ഇനിയും ക്രൂശിന്റെ മിത്രങ്ങൾ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ അവർക്കൊരു ഭാവി പ്രത്യാശയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അതിതാണ്, യേശു ക്രിസ്തു, നമ്മൾ അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമ്മുടെ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിനാണ് ഇവിടെ പ്രാധാന്യം.
വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എബ്രായലേഖനത്തിലും പറയുന്നു, വരുവാനുള്ള വേഗം വരും, താമസിക്കയില്ല. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. പ്രിയപ്പെട്ടവരെ, വരുമെന്നുള്ളത് ഒരു മാറ്റവുമില്ല. പക്ഷെ ചോദ്യം ഇതാണ്, സ്വർഗീയ പൗരന്മാരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഈഗർനെസ് എന്തിനു വേണ്ടിയാണ്? സ്വർഗീയ പൗരത്വം എനിക്കുണ്ട്, ഞാൻ ദൈവത്താൽ, അതെ, അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവരെ, നാം സ്വർഗീയ പൗരന്മാരാണെങ്കിൽ നമ്മുടെ അകത്ത് നിറയുന്ന ആകാംക്ഷ എന്തിനു വേണ്ടിയാണ് എന്ന് നാം നമ്മെ തന്നെ ശോധന കഴിക്കണം. വരട്ടെ, വരുമ്പം വരട്ടെന്നല്ല, അത് കർത്താവ് ആണ് ആ സമയം നിശ്ചയിക്കുന്നത്. പക്ഷെ കാത്തിരിക്കുന്നതിന്റെ അകത്ത് എന്തുകൊണ്ടെന്നറിയാമോ? ഒരാകാംക്ഷയുണ്ട്. ആകാംക്ഷയോടെ നാം കാത്തിരിക്കുന്നു. ഈ ഒരു കാത്തിരിപ്പ് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. നാമോ സ്വർഗീയ പൗരത്രേ, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇത് ക്രൂശിന്റെ ശത്രുക്കൾക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇത് ഒരിക്കലും ദൈവത്തെ വയറായി കാണുന്ന, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമായി കാണുന്ന, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ഒന്നാമതെന്ന് കാണുന്ന ഒരാൾക്കും അവരുടെ ഉള്ളിൽ എന്ത് കാണത്തില്ലെന്നറിയാമോ? ഈ ആകാംക്ഷ കാണത്തില്ല, ഈ പൗരത്വത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വർത്തമാനകാല ഉറപ്പെന്തവാ? നമ്മൾ സ്വർഗീയ പൗരന്മാരാത്രേ. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഭാവികാല പ്രത്യാശ എന്തുവാ? കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ രക്ഷകൻ കടന്നു വരും. ഇനിയും നാം ദൈവത്തിന് കൊടുക്കുന്ന ശ്രേഷ്ഠ മനോഭാവം എന്തുവാ? അനുഭവം എന്തുവാ? ഈ പൗരത്വം നമുക്ക് തന്നതിന്റെ, അവൻ വരുമെന്നുള്ള നമ്മുടെ ഉറപ്പുള്ള പ്രത്യാശയ്ക്ക്, ഇതിന് ഈ വർത്തമാനകാലത്തെ ഉറപ്പും ഭാവികാല പ്രത്യാശയ്ക്കും ഇടയിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ശ്രേഷ്ഠമായ അനുഭവം എന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ ഈഗർനെസ് ആണ്. ആകാംക്ഷയോടെ തങ്ങളുടെ പൗരത്വം എവിടാണോ അവിടെ നിന്ന് തങ്ങളെ ആ പൗരത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ, ആ രാജ്യത്തിലേക്ക് എത്തിക്കുവാൻ കർത്താവ് വരുമെന്നുള്ള ആ നിറവ്, ആ ഹൃദയത്തിന്റെ തിടുക്കം, ആ തുടിപ്പ്, അതാണ് നമ്മൾ സ്വർഗീയ പൗരരാണെന്നുള്ള തെളിവ്. ജീവിതം കൊണ്ട് തെളിയിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ പ്രസംഗവും പാട്ടും കൊണ്ട് തെളിയപ്പെടത്തില്ല. പിന്നെയോ അതിനപ്പുറമായി ക്രൂശിന്റെ ശത്രുക്കൾ അവരെങ്ങനെയാണ് അവരുടെ ജീവിതം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് തെളിയിക്കുന്നത്? അപ്പോസ്തലൻ പറഞ്ഞിട്ട് പറയാണ്, നാമോ നമുക്കും തെളിയിക്കാം. നമ്മുടെ പെരുമാറ്റം കൊണ്ട് ക്രൂശിന് നമ്മൾ മിത്രങ്ങളാണെന്ന് എങ്ങനെ നാം തെളിയിക്കും? അവരുടെ ഹൃദയം നിറച്ച് എത്ര പറഞ്ഞാലും അവരുടെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഭൗതികമായ കാര്യങ്ങളുടെ അതിന്റെ നിറവിനെ കുറിച്ചും അത് നടപ്പിലാകുന്നതിനെ കുറിച്ചുമുള്ള സന്ദേശങ്ങൾ, അതിനുവേണ്ടിയുള്ള വചനങ്ങൾ, വാക്യങ്ങൾ, അതിനുവേണ്ടി പ്രവാചകർ, അതിനുവേണ്ടി സംസാരിക്കുന്നവർ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതിനുവേണ്ടി ഉപവാസം, അതിനുവേണ്ടി എല്ലാം അവർ ക്രമീകരിക്കുമ്പോൾ ഇതാ ക്രൂശിന് ശത്രുക്കളായവർ മാറുന്നത് പോലും അവൻ അറിയാതിരിക്കുമ്പോൾ ക്രൂശിന്റെ മിത്രങ്ങളോട് പറയുക, നാമോ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം, നാം ക്രൂശിന്റെ മിത്രങ്ങളാ. അതെങ്ങനെ തെളിയിക്കും? നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പൗരത്വത്തിന്റെ ഉറപ്പുകൊണ്ടും നമ്മുടെ ഭാവി പ്രത്യാശയുടെ ഉറപ്പുകൊണ്ടും. തീർന്നില്ല, ഇതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒരാകാംക്ഷ ഉളവാകുന്നു, ഒരു ഈഗർനെസ്, വല്ലാത്തൊരു ആഗ്രഹം. എന്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ, എന്നെ ചേർത്തുകൊണ്ടിരുന്നെങ്കിൽ, ആ പൗരത്വത്തിന്റെ അവകാശത്തിലേക്ക് എന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ. ഇങ്ങനെ അല്ലാതെ എന്റെ പ്രിയരെ, ഒരു ദിവസത്തെ പാട്ട് കൊണ്ടോ ഒരായുസിലെ പ്രസംഗം കൊണ്ട് പോലും ജീവിതത്തിൽ ഒന്നും കൊണ്ടും നമുക്ക് ദൈവത്തിന് പ്രൂഫ് കൊടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് മുമ്പിൽ നാം തെളിയപ്പെടത്തില്ല. അതിന് ഏക മാർഗമെന്ന് ചോദിച്ചാൽ സ്വർഗീയ പൗരത്വത്തെ കുറിച്ചുള്ള വ്യക്തമായ ഉറപ്പും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഉറച്ച ഭാവി പ്രത്യാശയും. ഇതിന്റെ ഇടയ്ക്ക് നാം ദൈവത്തിന് കൊടുക്കുന്ന അതിശ്രേഷ്ഠമായ അനുഭവം എന്ന് ചോദിച്ചാൽ അകത്തെ ആ ഇടുപ്പ്, അകത്തെ ആ തിടുക്കം, ആ നമ്മൾ ഒരു വർഷം നമ്മൾ ചിന്തിച്ചാണ്, ആ ഞരക്കം, പ്രാവ് കുറുകുന്ന പോലെ, ഒരു റോമാലയത്തിൽ പറയുന്ന പോലെ ആ ഞരക്കം, അതാണ് നമ്മുടെ ഉള്ളിൽ ഞരങ്ങുന്നു. ആകാംക്ഷയോടെ ഒരു ഞരക്കം. ക്രൂശിന്റെ ശത്രുക്കളുടെ ഉള്ളിൽ മൊത്തം എന്താ ഞരക്കമെന്നറിയാവോ? അവർക്ക് നല്ല ഞെരുക്കമുണ്ട്. ഞെരുക്കമല്ല കേട്ടോ,
ഒരു ഞരക്കം, ഒരു കുറുകൽ. എന്തോ അവരുടെ കുറുകൽ? എല്ലാ പ്രാർത്ഥനയ്ക്കും, എല്ലാ പ്രസംഗം കേൾക്കുമ്പോഴും ഒറ്റ കാര്യം അവരുടെ അകത്ത് കുറുകുന്നേ, അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി ഉള്ള കാര്യങ്ങൾക്കായി ഒരു കുറുകൽ ഉണ്ടാകുന്നു. അത് ക്രൂശിന്റെ ശത്രുക്കളാണ് അങ്ങനെ ജീവിക്കുന്നത്. ക്രൂശിന്റെ മിത്രങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവേശുവിന്റെ സാക്ഷികൾ. അതെ, ക്രിസ്തുവേശുവിന്റെ മാത്രം നിരപ്പ് പ്രാപിച്ചവർ. അവരുടെ അകത്ത് ഒരു കുറുകലുണ്ട്. എന്നാന്നറിയാമോ? വരും കർത്താവ്, വരും കർത്താവ് വരും, എന്നെ ചേർത്തുകൊള്ളൂ. എന്റെ അകത്തത് തുടിക്കുന്നുണ്ട്. ആ ആകാംക്ഷ എന്റെ അകത്ത് നിറയുന്നുണ്ട്. ഞാൻ അവനായി കാത്തിരിക്കുന്നു. പ്രിയരെ, ഇതൊന്നും കപടമായി അനുകരിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും ആരെയും ചുമ്മാതെ പറഞ്ഞ് തല്ലിക്കൂട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല ഇത് അകത്ത് നിന്ന് ഉണ്ടാകുന്നതാ. പൗരത്വ ബോധം അത് വീണ്ടും ജന്മത്തിൽ ഉണ്ടാകുന്നതാ. ഭാവി പ്രത്യാശ, അത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ, അത് കർത്താവിനോടൊപ്പം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വചനത്തിൽ നിന്ന് കിട്ടുന്ന ധൈര്യം, ഉറപ്പുക, ആകാംക്ഷ ഉണ്ടാകുന്നുണ്ടല്ലോ. ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏറ്റവും പ്രിയപ്പെടുന്ന നമ്മൾ കാത്തിരിക്കും. പക്ഷെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും പ്രിയപ്പെടുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വെറും കാത്തിരിപ്പല്ല. ആ ഒരു ഞരക്കമോ, ഒരു കുറുകല, ഒരാകാംക്ഷ, ഒരു ഈഗർനെസ് അതിനകത്തുണ്ട്. ഇത് വ്യക്തമാക്കും പ്രിയപ്പെട്ടവരെ. ഈ ജീവിത അനുഭവങ്ങൾ ആരും നമ്മളെ വിരൽ ചൂണ്ടി വിധിക്കേണ്ട. നാം തന്നെത്താൻ വിധിച്ചാൽ മതി. ഒരാളും ഇവിടെ രാത്രി നമ്മളെ വിധിക്കേണ്ട. തന്നെത്താൻ ഈ വചനം കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ ജഡ്ജ് ചെയ്തോണം, നമ്മെ തന്നെ ശോധന കഴിച്ചോണം. എന്നിട്ട് പറയാം 21-ാം വാക്യം, അവൻ സകലവും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. വരുവാനുള്ളവൻ വരും. നമ്മളെ ചേർത്തുകൊള്ളു എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എങ്ങനെ രൂപാന്തരം സംഭവിക്കും? എങ്ങനെ ഈ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരെ കർത്താവ് തന്റെ രാജ്യത്ത് എത്തിക്കും? മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. ഫ്ലഷ് ആൻഡ് ബ്ലഡ് cannot inherit the kingdom of God. Then how it is possible? അതെങ്ങനെ സാധ്യമാകും എന്ന് ആരറിയണ്ടേ? ക്രൂശിന്റെ ശത്രുക്കളല്ല അറിയണ്ടേ, ക്രൂശിന്റെ മിത്രങ്ങൾ അറിയണ്ടേ. ക്രൂശിന്റെ ശത്രുക്കളെ അറിയിക്കാൻ എല്ലാവരും കിടന്ന് ഓടുക. എന്റെ പ്രിയരെ, സഭയ്ക്കകത്ത് ആരാ ഇത് അറിയണ്ടേ? ക്രിസ്തുയേശുവിലൂടെ മാത്രം നീതീകരണം പ്രാപിച്ച വേറൊരു വഴിയുമില്ല ദൈവത്തോട് നിരപ്പാകാൻ. ഞങ്ങൾക്ക് ഏക വഴി ഇതാണ്. ആ വഴി സ്വീകരിച്ചവരറിയണം. അവർ തളർന്നു പോകരുത്, അവര് സംശയിച്ചു പോകരുത്. ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ഓർത്ത്. എന്താണ് അവിടെ പറയുന്നത് നിങ്ങൾക്കറിയാമോ? അവിടുന്ന് സകലത്തെയും തന്റെ അധീനതയിലാക്കാൻ കഴിയുന്ന ശക്തിയാൽ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തിന് സമരൂപമായി നമ്മുടെ ഹീന ശരീരങ്ങളെ രൂപാന്തരപ്പെടും. ഇത് വലിയൊരു മർമ്മമാണ്. ഇത് വലിയ അത്ഭുതമേറിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ he will take our weak mortal bodies, ബലഹീനമായ ക്ഷയിക്കുന്ന ദ്രവത്വമുള്ള നമ്മുടെ ശരീരത്തെ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്നറിയാമോ? ഗ്ലോറിയസ് ബോഡിയെ തന്റെ പോലെ തന്നെ ഉള്ള തേജസ്കരിക്കപ്പെട്ട ശരീരമായി രൂപാന്തരപ്പെടുത്തുക. എങ്ങനെ? Using the same power with which he will bring everything under his control. തന്റെ മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള, എന്ന് വെച്ചാൽ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായി ഉളവായി വന്ന ശക്തി പോലെ തന്നെ ഉളവായി വന്നതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ, രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ അത്യന്ത ശക്തിയാൽ, വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എന്റെ പ്രിയരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, ദൈവം നമുക്ക് തരുന്ന ഒരു സന്ദേശം ആഴമായി ഞാൻ ഇങ്ങനെ പറയട്ടെ. എന്റെ പ്രിയരെ, മാറി മാറി ദൈവസഭയിൽ
മനം തിരിയുവാൻ, മാനസാന്തരപ്പെടുവാൻ നമ്മളോട് സംസാരിക്കുകയും വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളോട് സംസാരിക്കുമ്പോൾ മാനസാന്തരപ്പെടേണ്ടവരോട് നിങ്ങൾ മാനസാന്തരപ്പെട, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഞാൻ തൽസ്ഥാനത്ത് നീക്കിക്കളയും, എന്റെ സൈൻ നുമുന്നുകളയും, എന്റെ വായിൽ നുമുന്നുകളയും എന്ന് മാറി മാറി എന്തിനാ പറയുന്നറിയാമോ? മാനസാന്തരപ്പെട്ടവന് മാത്രമേ രൂപാന്തരത്തിന്, ഏത് രൂപാന്തരം? സ്വഭാവ മാനസാന്തരപ്പെട്ടാൽ എന്തുളവാകും? സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകും. സ്വഭാവത്തിന് രൂപാന്തരം വരുന്നവന് മാത്രമേ തന്റെ വ്യാപാര ശക്തി കൊണ്ടുള്ള രൂപാന്തരത്തിന് അർഹനായി തീരാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും മാനസാന്തരവും രൂപാന്തരവും ഇന്നത്തെ ദൈവമക്കൾക്ക്, നമുക്കെല്ലാം ഇന്നത്തെ പലർക്കും അരോചകവും അനിഷ്ടവും അതെ അസ്വസ്ഥത ഉളവാക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉളവാക്കുന്ന ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എന്നോട് ചിലരെങ്കിലും സാക്ഷ്യമായി പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ മെസ്സേജ് ആരംഭിച്ചപ്പോൾ തൊട്ട്, ഈ റിപ്പന്റൻസ്, ഈ വാല്യൂ ഓഫ് റിപ്പന്റൻസിന്റെ മെസ്സേജ് ആരംഭിച്ചപ്പോൾ തൊട്ട് മുതിർന്നവർ പറഞ്ഞു, അതെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ പറഞ്ഞു, ജീവിതത്തിന് വലിയ മാറ്റങ്ങളുണ്ട്, അത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. അതേ കൗമാര പ്രായക്കാർ പറയുന്നു, സാക്ഷികളായി നിങ്ങളുടെ മുമ്പിൽ അവർ നിൽക്കുന്നുവെങ്കിൽ ഇതേ സന്ദേശങ്ങൾ അനേകർക്ക് അരോചവും അനിഷ്ടവും പ്രസംഗിക്കുന്നവരോട് കയ്പുമായി തീരുമ്പോൾ ഞാൻ നമ്മുടെ സഭയോർത്ത് ദൈവത്തെ സ്തുതിക്കുക. രൂപാന്തരത്തിന് വേണ്ടി മാനസാന്തരത്തിന്റെ സന്ദേശം എന്തിനാ? ദൈവത്തിലേക്ക് തിരിയാൻ, ദൈവത്തിലേക്ക് തിരിയുന്ന എന്തിനാ? രൂപാന്തരത്തിന്. എന്തിനാ രൂപാന്തരത്തിന് ദൈവം ആഹ്വാനം ചെയ്യുന്നത്? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോം ആകണം. ഈ ഭൂമിയിൽ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്തവനെ എന്തിനാ ദൈവം ട്രാൻസ്ഫോം ചെയ്യുന്നേ? തന്റെ വചനം കേട്ടിട്ടും മനം തിരിയാത്തവനെ, മനം തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാത്തവനെ. എന്താ ഇതിന്റെ അർത്ഥം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് വെച്ചാൽ സ്വഭാവത്തിന്റെ രൂപാന്തരം വരാത്ത ഒരാളെ എന്തിന്, അവരുടെ ശരീരത്തെ എന്തിനാ രൂപാന്തരപ്പെടുത്തുന്നത്? പരീക്ഷാ പേപ്പറിൽ ഒരു ഉത്തരം എഴുതാത്ത സ്റ്റുഡന്റിനെ എന്തിനാ ടീച്ചർ പാസ്സാക്കുന്നത്? സ്റ്റുഡൻസ് എല്ലാം ടീച്ചറിന്റെ തന്നെയാ. ടീച്ചറെ കഷ്ടപ്പെട്ട് 1 വർഷം പഠിപ്പിച്ചു, പക്ഷെ ഉത്തരക്കടലാസിൽ ഒന്നുമില്ല, ഫലമൊന്നുമില്ല, പഠിപ്പിച്ചതിന്റെ ഗുണമൊന്നും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ വളവും ഇട്ടു വെള്ളവും ഒഴിച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവ് പണിതെടുക്കുമ്പോൾ ഒടുവിൽ നാം കാട്ടുമുന്തിരിങ്ങ കായ്ച്ചിട്ട്, അല്ലെങ്കിൽ നാം ഫലം പുറപ്പെടുവിക്കാതിരുന്നിട്ട് നമുക്ക് രൂപാന്തരം ഉണ്ടാകുമോ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേ, അപ്പോസ്തലൻ 2ആയിട്ട് അങ്ങ് തിരിച്ചത്. അപ്പോസ്തലൻ എന്ത് ചെയ്തു? അപ്പോസ്തലൻ ബുദ്ധിമാനാ, പരിജ്ഞാനമുള്ളവനാ. എന്താ പരിജ്ഞാനത്തിന്റെ ഉറവിടം? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത തന്റെ ഉള്ളിലുള്ളതുകൊണ്ട് സഭയെ താൻ വിവേചിച്ചു. താൻ പറയുന്നത് ഒരു കാറ്റഗറിയെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അങ്ങോട്ട് മാറ്റി നിർത്തി അവരാരെന്നും വ്യക്തമായി അവരുടെ അടയാളവും സ്വഭാവവും പെരുമാറ്റവും തെളിയിച്ചിട്ട് അടുത്ത ഗ്രൂപ്പിനെ ഇങ്ങോട്ട് മാറ്റി. എന്നാൽ നാമോ അതെ ഇതിലൊന്നും പുകഴാത്ത, ലജ്ജാകരമായതിൽ പുകഴാത്ത, അതെ വയർ ദൈവമല്ലാത്ത, അതെ ജീവിതത്തിൽ അതെ നീതീകരണ ക്രിസ്തുവിലൂടെ മാത്രം പ്രാപിക്കുന്ന ഈ മേൽപ്പറഞ്ഞ ഒരു രീതിയിൽ ഉൾപ്പെടാത്ത നാമോ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. കർത്താവ് അവിടുന്ന് വരും, തീർന്നില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ, കർത്താവ് വരും. ഇതുകൊണ്ട് പ്രത്യാശയായില്ല. പിന്നെയോ സ്വർഗീയ പൗരത്വത്തിനും കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയ്ക്കിടയിൽ തുടിക്കേണ്ട ഒരു ഹൃദയമുണ്ട്. ഞരങ്ങുന്ന ആകാംക്ഷയോട് ഇടിക്കുന്ന ഹൃദയമാണ് എന്തിന്റെ തെളിവ്? ആ നിരപ്പ് നമ്മളിൽ നിറയുന്നു എന്നുള്ളതിന്റെ തെളിവ്. ഇവിടെ കളിപ്പീൽ ഒരു പരിപാടി നടക്കത്തില്ല മക്കളെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കളിപ്പീര് ഇവിടെ നടക്കത്തില്ല. ചർച്ചിലെ ഒരു ആക്ടിവിറ്റീസും കൊണ്ട് നടക്കത്തില്ല. നമ്മുടെ വാക്കുകൊണ്ട് നടക്കത്തില്ല. ഒന്നും കൊണ്ട് നടക്കത്തില്ല. ഇത് അകത്ത് തുടിക്കുന്ന തുടിപ്പ, ഒരു ജീവന്റെ തുടിപ്പ, ഒരു വരവിന്റെ തുടിപ്പ, ഒത്തുചേരലിന്റെ തുടിപ്പ, കാണാനുള്ള കൊതിയുടെ തുടിപ്പ, ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതിയാകും. ഇത് കളവായി പറയാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ആ ഞരക്കം അത് വലിയ അടയാളമാ. തീർന്നില്ല. ആ കൂട്ടത്തെ മാറ്റി നിർത്തിയിട്ട് പറയുക, നമ്മൾ കർത്താവ് വരും, നമ്മളെ ചേർക്കും. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും. എന്നാൽ നാമോ ക്രൂശിന്റെ മിത്രങ്ങളെ, നമുക്കൊരു ചോദ്യം വരും. ഈ മോർട്ടൽ വീക്കായ ക്ഷയമുള്ള ദ്രവത്വമുള്ള ഈ ശരീരത്തെ കർത്താവിന്റെ ശരീരത്തോടെ എങ്ങനെ രൂപാന്തര? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉത്തരം അതിനകത്തുണ്ട്. എന്നാന്നറിയോ? അത് വരാൻ പോകുന്ന കാര്യമാ. വന്ന കാര്യത്തെക്കുറിച്ച് പറയട്ടെ. ഒരിക്കലും മാറാത്ത നമ്മുടെ സ്വഭാവം എങ്ങനെ മാറി? ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തത് നമുക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റി?
ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റി? കോപത്തോടെ നാം പെരുമാറിയ മാറ്റങ്ങൾ എങ്ങനെ, ആ പെരുമാറ്റത്തിന് എങ്ങനെ മാറ്റമുണ്ടായി? നമ്മുടെ കാഴ്ചപ്പാടിന് മാറി. ഓരോ ദിവസവും നമുക്ക് വരുന്ന മാറ്റം, അതായത് രൂപാന്തരം ആരാ വരുത്തുന്നേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സകലത്തിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിലൂടെ കർത്താവായ യേശു ക്രിസ്തു ഈ സ്വഭാവ രൂപാന്തരം വരുത്തിയെങ്കിൽ അതേ കർത്താവ് തന്റെ ആത്മാവിനാൽ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയത്തില്ലേ? നമുക്ക് നമ്മളെ അറിയാമല്ലോ. നമ്മുടെ ശരീരത്തിന്റെ ആ ക്ഷയവും വാട്ടവും മാലിന്യവും നമ്മുടെ ശരീര ബലഹീനതയൊക്കെ നമുക്കറിയാം. അതുപോലെ നമുക്ക് വേറൊരു കാര്യം അറിയാം, നമ്മുടെ സ്വഭാവത്തിന്റെ വൈകല്യം. അതെത്ര വികൃതമായിരുന്നെന്നും അതെത്ര ഹൃദയ പരിച്ഛേദനയില്ലാത്ത, എന്നാൽ ഓരോ ദിവസവും കർത്താവിന്റെ അധിവാസം, ആത്മാവിന്റെ അധിവാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാരമായ, ദൃശ്യമായ, അടയാള സഹിതമായ മാറ്റം വിളിച്ചറിയിക്കുന്നത് വരാൻ പോകുന്ന ഒരു രൂപാന്തരത്തിന്റെ ധ്വനിയാണ്. അത് തുടക്കമാണ്. ആർക്കും മാറ്റാൻ കഴിയാത്ത നമ്മുടെ സ്വഭാവത്തെ, ആർക്കും തിരുത്താൻ കഴിയാത്ത നമ്മളെ തന്റെ വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും കർത്താവ് തന്റെ ശക്തി കൊണ്ടും നാൾ തോറും തിരുത്തി സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്നതിൽ ഈ മോർട്ടലായ, ക്ഷയമുള്ള, ദ്രവത്വമുള്ള ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്താൻ അവന്റെ ശക്തിയാൽ സാധ്യമാണ്. ആർക്കും അതിനകത്ത്, എന്റെ വാക്കൾ ഇവിടെ നിർത്തിയ ആർക്കും അതിനകത്തൊരു അതിശയം തോന്നേണ്ട കാര്യം ബുദ്ധി കൊണ്ട് അത് അത്ഭുതവും അതിശയമാണെങ്കിൽ തന്നെയും ഇപ്പോൾ അനുഭവിക്കുന്ന ജീവിതം കൊണ്ടൊന്ന് വിലയിരുത്തിയാൽ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, മാനസാന്തരപ്പെട്ട ഓരോരുത്തരും ഇവിടെ പറയും, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ഓരോരുത്തരും പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ ഓരോന്നിനെയും വിലയിരുത്തിയത് ഇങ്ങനല്ല, ആൾക്കാരെ കണ്ടത് ഇങ്ങനല്ല, പെരുമാറ്റം ഇങ്ങനല്ലായിരുന്നു, വാക്കുകളുടെ രീതി ഇങ്ങനല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ നമ്മുടെ സ്വഭാവത്തെ നാൾ തോറും രൂപാന്തരപ്പെടുത്തി വിശുദ്ധീകരിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നു എന്ന് നമുക്ക് കിട്ടുന്ന വലിയ ഉറപ്പാണ്. ആ നാൾ അടുത്തിരിക്കുന്നു. അവൻ തന്റെ വ്യാപാര ശക്തി കൊണ്ട് അത് ചെയ്യും. അവിടുന്ന് സകലത്തെയും തന്റെ അധീനതയിലാക്കുവാൻ കഴിയുന്ന, എന്നാൽ നമ്മുടെ ക്യാരക്ടറിന്റെ ട്രാൻസ്ഫോർമേഷൻ, സ്വഭാവത്തിന്റെ രൂപാന്തരം, കേട്ടുകൊള്ളുക, ഒരിക്കലും കർത്താവ് നമ്മുടെ അനുവാദമില്ലാതെ, നമ്മുടെ സമർപ്പണമില്ലാതെ, നമ്മുടെ എഫോർട്ടില്ലാതെ, നമ്മൾ നാൾ തോറും നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളെ ഉപയോഗിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാത്തടത്തോളം കാലം നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകത്തില്ല. എന്നാൽ എല്ലാ ദിവസവും നാം നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന്റെ കരത്തിൽ നീതിയുടെ ആയുധങ്ങളായി മനഃപൂർവമായി ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവർക്ക് കിട്ടുന്ന വലിയ ഉറപ്പാണ്, നമ്മൾ ഒരു എഫേർട്ട് ഇടണ്ട, ദൈവം തന്റെ വ്യാപാര ശക്തിയാൽ കണ്ണിമയ്ക്കും നേരത്ത്, എന്റെ പ്രിയരെ, കണ്ണിമയ്ക്കും നേരം കൊണ്ടല്ല അവൻ നമ്മുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നത്. അതിന് സമയങ്ങൾ എടുത്ത് അവൻ നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ അകത്തെ മനുഷ്യരെ ഒരുക്കിയെടുക്കുമ്പോൾ, അങ്ങനെയുള്ളവർക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ഉറപ്പിക്കുക. നമുക്ക് കിട്ടിയ വലിയൊരു വാഗ്ദാനം ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവർ തങ്ങളുടെ ശരീരത്തിന്റെ രൂപാന്തരത്തെ കുറിച്ച് ഭാരപ്പെടുക വേണ്ട. കണ്ണിമയ്ക്കും നേരത്തിൽ, നൊടി നേരത്തിൽ, കാഹളനാദത്തികൾ, പ്രധാന ദൂതന്റെ ശബ്ദത്തികൾ, ദൈവത്തിന്റെ ശബ്ദമിറങ്ങി സ്വർഗത്തിൽ നിന്ന് തന്റെ പുത്രൻ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആരും അധ്വാനിക്കേണ്ട. കാരണം ഒരായുസ് മുഴുവനും തങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നീതിയുടെ ആയുധങ്ങളായി അടിയറോ വെച്ച്, അതേ ബോധമുള്ള, ബുദ്ധിയുള്ള, ആരാധന കഴിച്ചവർ, യാഗമായി സമർപ്പിച്ചവർ, ഇഞ്ചിഞ്ചായി ഒരു ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്ന പോലെ ചാകാൻ ഏൽപ്പിച്ചവർ അവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഭാരപ്പെടുകയേ വേണ്ട. ആ വീണ്ടെടുപ്പിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? അദൃശ്യ നമ്മുടെ അതെ സകലത്തെയും തന്റെ അധീനതയിലാക്കാൻ കഴിവുള്ള തന്റെ ശക്തിയാൽ, വ്യാപാര ശക്തി എന്ന് പറയുന്ന അർത്ഥം ഏതിനെയും ട്രാൻസ്ഫോം ചെയ്യാൻ, ഏതിനെയും അതെ ഡൈനാമിക്കായി, ചലനാത്മകമായി ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ. അതുപോലെ തന്നെ ഒന്നിനെ മറ്റൊന്നിലേക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള തന്റെ ശക്തിയാൽ നമ്മളെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തും.
നമ്മൾ ക്രൂശിന് മിത്രങ്ങളാണെങ്കിൽ ഒരു കുറുക്കു വഴിയുമില്ല ഇതിന്റെ തെളിവുകൾക്ക്. അത് നമ്മൾ ഈ പറയുന്ന ഒന്നുമല്ല, ക്രിസ്തുവേശുവിനോടുള്ള നിരപ്പിന്റെ ഏക വ്യവസ്ഥയിൽ നീതീകരണം ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ മാത്രം, ഒരു പ്രവൃത്തിയും അതിനടിസ്ഥാനമല്ലെന്ന് വിശ്വസിക്കുകയും തുടർന്ന് എന്താണോ ക്രൂശിന്റെ ശത്രുക്കൾ ചെയ്ത അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ലോകത്തിലുള്ളത് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മളിതാ നമ്മുടെ പൗരത്വവും അവിടുന്ന് കർത്താവ് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. എന്നിട്ട് നമ്മൾ ചിന്തിക്കുക മാത്രമല്ല കേട്ടോ, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ക്രൂശിന്റെ ശത്രുക്കളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് എപ്പോഴും ഒരു ഞെരക്കുവാ. അവരുടെ കാര്യങ്ങളെ കുറിച്ച് ഞെരക്കവാ. അതിന് നേരെ ഓപ്പോസിറ്റ് ആ ക്രൂശിന്റെ മിത്രങ്ങൾ, അവരുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഒരു ഞെരക്കമാ. കർത്താവ് വരും, വരുവാനുള്ള വേഗം വരും, താമസിക്കയില്ല, വരുവാനുള്ള വേഗം വരും എന്നുള്ള ഞെരക്കം, ആകാംക്ഷ വിളിച്ചറിയിക്കുന്നതാണ്. നാം ക്രിസ്തുവേശുവിന്റെ നിരപ്പ് പ്രാപിച്ചവരാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മൾ അവന്റെ വരവിനായി നോക്കി പാർക്കുന്നു. മിത്രങ്ങളായിട്ടാണ്, കർത്താവിനും ക്രൂശിനും മിത്രങ്ങളായി ജീവിക്കുന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മുടെ പൗരത്വത്തെ കുറിച്ചുള്ള ബോധ്യവും ഭാവി പ്രത്യാശയെ കുറിച്ചുള്ള ഉറപ്പും, ഇതിന്റെ നടുവിൽ നമ്മളുടെ അകത്ത് തുടിക്കുന്ന ആകാംക്ഷയും. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഇതാരാണ് ഈ പൗരത്വം പറയുന്നവര്? ഇതാരാണ് ഈ ഭാവികാല പ്രത്യാശയെ കുറിച്ച് വാഞ്ചയുള്ളവർ? ഇതാരാണ് ഈ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ? ആരാന്ന് കേൾക്കണോ? ബലഹീന ശരീരത്തിന്റെ ഉടമകൾ, ക്ഷയമുള്ള ശരീരത്തിന്റെ. ഇവരുടെ ശരീരം അക്ഷയമായിട്ടില്ല, ഇമ്മോർട്ടലായിട്ടില്ല, ഇവരുടെ ശരീരം അദ്രവത്വമായില്ല. ദ്രവത്വമുള്ള, നശിച്ചു പോകുന്ന, കേടുവരുന്ന, ഡികെ സംഭവിക്കുന്ന, അഴുകിപ്പോകുന്ന ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അഴുകിപ്പോകാത്ത, നിത്യമായ, നശിച്ചു പോകാത്ത പ്രത്യാശ അകത്ത് ദൈവം വ്യാപരിച്ച് അവർക്ക് മാത്രമേ ഉറപ്പോടെ പറയാൻ പറ്റൂ, ഈ ശരീരം തേജസ്കരിക്കപ്പെടും. ഒന്നുകൂടെ പറയണോ? അഴുകിപ്പോകുന്ന ശരീരത്തിനകത്തിരുന്നാണ് ഇത് മൊത്തം സംഭവിക്കുന്നത്. ദ്രവത്വമുള്ള ശരീരത്തിൽ വെച്ചുകൊണ്ടാണ് ഈ അദ്രവത്വമുള്ള പ്രത്യാശയും, അദ്രവത്വമുള്ള രാജ്യവും, അദ്രവത്വമുള്ള പൗരത്വവും, അക്ഷയമായ ജീവിതവും, കർത്താവിനെ കുറിച്ചുള്ള മുഴുവൻ പ്രത്യാശയും അതേ ശരീരം മാറിയിട്ടല്ല, ഈ വീക്ക് മോർട്ടൽ ബോഡീസിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇത് മുഴുവനും സ്വീകരിച്ചേക്കുന്നത്. അവർക്കാണ് ഉറപ്പ്, അവരുടെ ശരീരമാണ് ദൈവം തന്റെ വ്യാപാര ശക്തി എന്ന് വെച്ചാൽ ഏതവസ്ഥയിലേക്കും മാറ്റാൻ കഴിവുള്ള, ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള ശക്തിയാൽ നമ്മളെ എങ്ങോട്ട് മാറ്റും? ക്രിസ്തുവേശുവിന് അനുരൂപ സമരൂപമായ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലേക്ക്. ഇതാരാ ഇത് ചിന്തിക്കേണ്ടേ? ക്രൂശിന്റെ ശത്രുക്കളോ ക്രൂശിന്റെ മിത്രങ്ങളോ? പ്രിയരെ, നമ്മുടെ ഉള്ളിലെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമ്മുടെ അകത്ത് എപ്പോഴും ഇന്നത്തെ വിശ്വാസികളെ എല്ലാ സാക്ഷ്യത്തിൽ ഞെരുക്കമാ. പക്ഷെ ആരും പറയുന്നത് കേൾക്കുന്നില്ല. ഞരക്കമാന്ന് അല്ലേ? നമ്മുടെ സഭ പിന്നെ ഞെരുക്കത്തെ കുറിച്ച് ആരും പറയാറില്ല. ദൈവമേ, ആരുടെ സാക്ഷ്യത്തിൽ ഞെരുക്കമില്ല. നമ്മൾ എന്നെ വിശാലതയിലായവരാ. നമ്മുടെ എല്ലാവർക്കും എന്തു പറഞ്ഞാലും ഒരു വിശാലതയുണ്ട്, അതിനകത്തൊരു ആത്മീയവർദ്ധനയുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ പാടിയാലും, വാക്യം പറഞ്ഞാലും, ചെറുകഥ പറഞ്ഞാലും, ചിന്ത പറഞ്ഞാലും, ഏത് പ്രോഗ്രാം ചെയ്താലും നമുക്കൊരു വിശാലത അനുഭവിക്കാൻ പറ്റുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു കർത്താസ് ഞങ്ങളോട് പറയുമായിരുന്നു, സാക്ഷ്യത്തിന് എഴുന്നേക്കും മൊത്തം ഈ ഞെരുക്കത്തിന്റെ കേട്ടും അടുത്തെന്ന്. പക്ഷെ ആദ്യമകാലങ്ങളിൽ എങ്ങനെയാണെന്നറിയോ? എഴുന്നേക്കും മൊത്തം ഞരക്കത്തിന്റെ സാക്ഷ്യമായിരുന്നു. ഒരു പ്രാവ് കുറുകുന്ന പോലെ, ഇണപ്രാവിനായി കുറുകുന്ന ഞരക്കത്തിന്റെ, ഗ്രോണിങ്ങിന്റെ, ആ തിടുക്കത്തിന്റെ, ആ കാത്തിരിപ്പിന്റെ സാക്ഷ്യം നമുക്ക് തുടരാൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ അകത്ത് വിശാലതയുണ്ടെങ്കിൽ നമ്മൾ ഞരങ്ങും. എന്തിനു വേണ്ടി ഞരങ്ങും? കർത്താവിന്റെ വരവിനായി നമ്മൾ കുറുകി പാർക്കും. കർത്താവെ, അതിനായി ദൈവം നമ്മളെ പൂർണ്ണമായി സജ്ജമാക്കട്ടെ, ഒരുക്കട്ടെ. നമുക്ക് ജീവിതം കൊണ്ട്, ഉപദേശം കൊണ്ട് ഒരു സംശയമില്ല, നമ്മൾ ക്രൂശിന് മിത്രങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പെരുമാറ്റം കൊണ്ടും ജീവിതം കൊണ്ടും നമുക്ക് തെളിയിക്കണം, ഞങ്ങൾ ക്രൂശിന് മിത്രങ്ങൾ തന്നെയാ. ധൈര്യത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ അകത്ത് പൗരത്വത്തെ വ്യക്തമായ ബോധ്യമുണ്ട്, ഭാവി പ്രത്യാശയെ കുറിച്ചുള്ള ഉറപ്പുണ്ട്. ഇത് രണ്ടകത്തിൽ നിന്ന് ഞങ്ങളുടെ വർത്തമാനവും ഞങ്ങളുടെ ഭാവിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ഞങ്ങളുടെ ഉള്ളിലെ ആകാംക്ഷ. തീർന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്,
ഈ വലിയ വർത്തമാനകാല ഉറപ്പും ഭാവി പ്രത്യാശയും കൊണ്ട് എന്തോ ചെയ്യാൻ പോവാ? ഈ ക്ഷയമുള്ള ശരീരം എവിടെ വരെ പോകും? അതിന് നമുക്കൊരു മറുപടി ഉണ്ട്. ഈ ക്ഷയമുള്ള ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അക്ഷയമായ ഒരു ശരീരത്തിലേക്ക് ഞങ്ങളെ ഒരുക്കുവാൻ ഞങ്ങൾക്കൊരു തെളിവുണ്ട്. ഞങ്ങളുടെ സ്വഭാവത്തിന്റെ വിശുദ്ധീകരണം നാൾ തോറും നടക്കുന്നെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പും തക്ക സമയമാകുന്നു. 1000 നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുമ്പോൾ ഒരു കണ്ണിമയ്ക്കും നേരം കൊണ്ടാണ് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നത്. ഒന്നുകൂടെ പറഞ്ഞ് ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഒരു ജീവിതത്തിന്റെ ആയുസ്സെടുത്താണ് ദൈവം നമ്മുടെ ആദ്യ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവിൽ നമ്മളെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നത് അധിക സമയമില്ല, കണ്ണിമയ്ക്കും നേരം കൊണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.